ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അതിൽ എസ്റ്റിമേഷൻ ഡിസൈൻ ആൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാറുള്ളത്. ഇതിലെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമേ ഒന്ന് കാണാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറും. അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിനകത്ത് ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം, കഴിഞ്ഞ വർഷം വരെ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സ്വിച്ച് യൂസ്ഡ് ഇൻ കൺട്രോൾ ഓഫ് ഫ്ലൂറസെന്റ് ലാമ്പ്. 6 ആംപിയർ 250 വോൾട്ട് വൺ വേ സ്വിച്ചാണ്. ഒരു LED ടെലിവിഷൻ ഉപയോഗിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നതും 6 ആംപിയർ 250 വോൾട്ട് സോക്കറ്റ് ഔട്ട്ലെറ്റ് ആണ്. അതിമക്കാണ് സ്വിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ പിന്ന് കൊണ്ടുവന്ന് കൊത്തുന്നത്. അടുത്തത് എന്താണ്, ഗ്യാസ്. അതാണെങ്കിൽ 1000 വാട്ട് ആയതുകൊണ്ട് തന്നെ 16 ആംപിയർ 250 വോൾട്ട് 3 പിൻ സോക്കറ്റാണ്. ഇതിന് മുമ്പ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇതുപോലെ ഫസ്റ്റ് മോഡ്യൂളിൽ എപ്പോഴും ചോദിക്കുന്നത് സിമ്പൽ വരയ്ക്കാനാണ്. അപ്പം ഇതിനകത്ത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സിമ്പൽ ഉണ്ട്, വൺ വേ സ്വിച്ച് ഉണ്ട്, ഫാൻ റെഗുലേറ്റർ ഉണ്ട്. ഫാനിൻ്റെയും സ്വിച്ചിൻ്റെയും ഒക്കെ ലാമ്പിൻ്റെ ഒക്കെ സിമ്പലുകളാണ് ഇതുവരെ വരയ്ക്കാൻ ചോദിക്കാത്ത സിമ്പലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? സിമ്പൽ വരയ്ക്കാനായിരിക്കും ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഫാൻ്റെ സിമ്പല് ലാമ്പിന്റെ സിമ്പലാണിത്. 8 പോള് സിംഗിൾ പോളിന്റെ സിമ്പലാണിത്. സോക്കറ്റ് ഔട്ട്ലെറ്റ് 6 ആംപിയർ ആവട്ടെ 5 ആംപിയർ ആവട്ടെ ഇതായിരുന്നു. അപ്പം 16 ആംപിയർ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു വര വയ്ക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫാൻ എന്തിൻ്റെ സിമ്പലായിട്ട് വരാൻ പോകുന്നത്? 16 ആംപിയറിൻ്റെ സോക്കറ്റിൻ്റെ സിമ്പലായിട്ട് വരാൻ പോകുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഏത് സിമ്പൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അതിനു മുമ്പ് ചോദിച്ചത് ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് കേബിൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള 3 ക്രൈറ്റീരിയാസ്. വോൾട്ടേജിനനുസരിച്ച് കറണ്ട് സെലക്ട് ചെയ്യുന്നതുണ്ട്, കറണ്ടിൻ്റെ വാല്യൂസിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നതുണ്ട്, ടെമ്പറേച്ചർ അനുസരിച്ച് സെലക്ട് ചെയ്യുന്നതുണ്ട്. എന്താണ് സബ് സർക്യൂട്ട്, അല്ലെങ്കിൽ എന്തിനാണ് സബ് സർക്യൂട്ട്? എന്താണ് സർക്യൂട്ട്? ഒരു സോഴ്സ്, വയറ്, ലോഡ്, റിട്ടേൺ പാത്ത്, സർക്യൂട്ടായി. By connecting entire load through different sub-circuit, if there is a fault in one sub-circuit, ഒരു ഫാൾട്ട് ഒരു സബ് സർക്യൂട്ടിൽ ഈ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പാർട്ട് മാത്രം ഐസൊലേറ്റ് ചെയ്യാനാണ് സബ് സർക്യൂട്ടാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. Hence, the continuity of the supply is ensured by using sub-circuit voltage drop can be reduced. 2 ടൈപ്പ് സബ് സർക്യൂട്ടാണുള്ളത്. ഒന്ന് ലൈറ്റ് സർക്യൂട്ടാണ്. ലൈറ്റ് ഫാനും 5 ആംപിയർ സോക്കറ്റും ഉൾപ്പെടുന്ന ലൈറ്റ് സർക്യൂട്ടാണ്.
മറ്റൊന്ന് പവർ സർക്യൂട്ടാണ്. ലൈറ്റ് സർക്യൂട്ടിനകത്ത് 10 പോയിൻസും 800 വാട്ടുമാണ്. 800 വാട്ട് വരെ പറ്റുള്ളൂ. പവർ സർക്യൂട്ടിനകത്ത് 3000 വാട്ട് വരെയും 2 സബ് സർക്യൂട്ടുമാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇനിയും പല വട്ടമാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നതുമാണ്. ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മുമ്പ് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. കൺസീൽഡ് വയറിങ്ങും ഓപ്പൺ വയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടും കോണ്ടിയൂട്ട് ഉപയോഗിച്ച് തന്നെയാണ് വയർ ചെയ്യുന്നത്. കോണ്ടിയൂട്ട് എന്ന് പറഞ്ഞാൽ പൈപ്പോ കേസിംഗ് ആൻഡ് ക്യാപ്പിങ്ങോ ഉപയോഗിച്ചാണ് വയർ ചെയ്യുന്നത്. കൺസീൽഡ് വയറിംഗ് ആകുമ്പോൾ പുറത്തോട്ടൊന്നും കാണില്ല. അപ്പോൾ ലുക്ക് ലൈക്ക് നീറ്റ് ആൻഡ് ക്ലീൻ. ഇൻസൈഡ് ദ വാൾ അല്ലെങ്കിൽ ഫ്ലോർ. നോ റിസ്ക് ഓഫ് മെക്കാനിക്കൽ ഇൻക്വയറി. നമ്മൾ തുടർന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിലേക്ക് എന്തെങ്കിലും പോയി വീണാലും പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ഡാമേജ് സംഭവിക്കും. ഓപ്പൺ കോണ്ടിയൂട്ടാണ് എങ്കിൽ കാണുന്നതിന് വലിയ വൃത്തി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, പൈപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്ലീറ്റ്സ് ഉപയോഗിക്കാം, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ഉപയോഗിക്കാം. മെക്കാനിക്കൽ ഇഞ്ചറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മെക്കാനിക്കൽ ഇഞ്ചറിക്കുള്ള റിസ്ക് കൂടുതലാണ്. ഇനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയറിങ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ വയറിങ്ങും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മനസ്സിലാക്കാം. അങ്ങനെ എല്ലാ വയറിങ്ങും ഒരുമിച്ച് മനസ്സിലാവുകയാണെങ്കിൽ ഇതിൽ ഏത് ടൈപ്പ് വയറിങ് ചോദിച്ചാലും ഞാൻ പറയാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ വയറിങ്ങിൻ്റെയും കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 5 ടൈപ്പ് വയറിംഗ് ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ളത്, ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 ടൈപ്പ് വയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ടുള്ളത് പ്ലേറ്റ്സ് വയറിംഗ് ആണ്. രണ്ടാമതായിട്ടുള്ളത് പ്ലേറ്റ് വയറിംഗ് ആണ്. രണ്ടാമതായിട്ടുള്ളത് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ആണ്. മൂന്നാമതായുള്ളത് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ടൈപ്പ് വയറിംഗ് എന്ന് പറയുന്നത് പിന്നെ TRS വയറിംഗ് ആണ്. പിന്നെ ഒരു ടൈപ്പ് വയറിംഗ് എന്ന് പറഞ്ഞാൽ TRS വയറിംഗ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ടൈപ്പ് വയറിംഗ് എന്ന് പറയുന്നത് TRS വയറിംഗ് കഴിഞ്ഞാൽ ലെഡ് ഷീത്ത് വയറിംഗ് ആണ്. ലെഡ് ഷീത്ത് വയറിംഗ് ആണ്. അതേപോലെ തന്നെ പിന്നെ കോണ്ടിയൂട്ട് വയറിംഗ് ആണ് പിന്നെയുള്ള ഒരു ടൈപ്പ് വയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇവിടെ വ്യത്യസ്തമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് വ്യത്യസ്ത സാധനങ്ങളായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മെറ്റീരിയൽ ഡിഫറൻസ് ആണ്. അങ്ങനെ മെറ്റീരിയൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ആണ്. കേസിംഗ് ആൻഡ് ക്യാപ്പിങ്ങിൽ കേസിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്, കേസിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ത് വരാനായിട്ട് കാരണം, ആ പേര് വരാൻ, മെയിൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ഉപയോഗിക്കുന്നതാണ്. ഈ ക്ലീറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ക്ലീറ്റ്സ് വയറിംഗ് എന്ന് പറയും. അപ്പോൾ 3 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽസ് റെക്കോർഡ് എഴുതി വെക്കുക. ക്ലീറ്റ്സ് വയറിംഗ് ആണെങ്കിൽ VAR കേബിള്,
വുഡൻ ആൻഡ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ആണെങ്കിൽ പി വി സി കേബിൾ തന്നെ, പക്ഷേ വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ഉപയോഗിക്കും. പി വി സി ആണെങ്കിൽ പി വി സി കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ഉപയോഗിക്കും. വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡ് ആകുമ്പോൾ കോസ്റ്റ്ലി ആണ്, പ്ലേറ്റ്സിന് വില കുറവാണ്, ലൈഫ് കുറവാണ്. അതേസമയം സി ടി എസ് വയറിംഗ് ആണെങ്കിൽ സി ടി എസ് വയറിംഗ് എന്ന് പറഞ്ഞാൽ സി ടി എസ് വയർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടി ആർ എസ് വയർ ഉപയോഗിക്കുക. അവിടെ നമുക്ക് എന്ത് വേണം? കേബിൾ വേണം, നെയിൽ വേണം, ന്യൂട്രൽ ലിങ്ക് വേണം, സ്ക്രൂ വേണം, ബോർഡ് വേണം. മീഡിയമാണ് കോസ്റ്റ്, ലോങ് ലൈഫിൽ നിൽക്കും. അതുപോലെ ലെഡ് ഷീത്ത് വയർ ആകുമ്പോൾ കോൺഡ്യൂട്ട് ഉപയോഗിക്കില്ല. ലെഡ് ഷീത്ത് കേബിള്, ക്ലാമ്പ്, ക്ലിപ്പ്, അണ്ടർഗ്രൗണ്ട് കേബിളിനൊക്കെ ഉപയോഗിക്കുന്ന ആ വണ്ണം കൂടിയ കേബിളാണ് സാധാരണ ലെഡ് ഷീത്ത് കേബിൾ എന്ന്. പിന്നെ മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് ഉണ്ട്, പി വി സി കോൺഡ്യൂട്ട് വയറിംഗ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോൺഡ്യൂട്ട് മെറ്റലാണോ കോൺഡ്യൂട്ട് പി വി സി ആണോ എന്നുള്ളത് മാത്രമാണ്. കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ലെഡ് ഷീറ്റിനാണ് വില കൂടുതൽ, മെറ്റലിനും കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയാണ്. മീഡിയമാണ് പി വി സി. പി വി സിക്ക് ലൈഫ് കൂടുതലാണ്. ഇതല്ലാത്ത ചില പ്രോപ്പർട്ടികൾ കൂടെ ഉണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ എത്രയുണ്ട്? മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഒട്ടും തന്നെ ഇല്ല ക്ലീറ്റ്സ് വയറിങ്ങിന്. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഒരുവിധം ഗുഡാണ്. അപ്പോൾ പി വി സി ആണ് എങ്കിൽ, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പി വി സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് മെക്കാനിക്കൽ ഒരു മീഡിയമാണ്, പക്ഷെ ലൈഫ് കൂടുതലാണ്. ഫയർ പ്രൊട്ടക്ഷൻ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? മെറ്റൽ 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 കോൺഡ്യൂട്ട് വയറിങ്ങിന് മാത്രമേ ലൈഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. ഈ ഡാമ്പ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആളുകൾ കയറി എപ്പോഴും ഇടപെടാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് മറ്റേ മെറ്റാലിക് വയറിംഗ് ആണ്. പക്ഷേ പലപ്പോഴും അത് സാധ്യമാവാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പി വി സി വയറിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എന്താ അതിനെ പറയാം, എന്ത് വയറിങ്, പിന്നെ പി വി സി വയറിങ് ഉപയോഗിക്കുമ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഫെയർലി ഗുഡാണ് ഡാമ്പിനെസ്, അപ്പിയറൻസും ഗുഡാണ്. ഓക്കെ, അഡീഷണൽ പോയിന്റ്സ് ചെയ്യാൻ കഴിയുന്നത് എവിടെയാണ്? ഏറ്റവും എളുപ്പമുള്ളത് ക്ലീറ്റ്സ് വയറിങ്ങിലാണ്. പക്ഷേ കോൺഡ്യൂട്ട് വയറിംഗ് ആകുമ്പം മോസ്റ്റ് ഡിഫിക്കൽറ്റിയാണ്. അതേസമയം മെറ്റലാകുമ്പോൾ കൂടുതൽ ഡിഫിക്കൽറ്റിയാണ്. പക്ഷേ ലെഡ് ഷീറ്റിൽ വയർ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ലെഡ് ഷീറ്റിൽ അത് എളുപ്പമാണ്, ടി ആർ എസിലും അത് എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പാർട്ട് ബി ക്വസ്റ്റ്യൻ്റെ, പാർട്ട് എയും ബിയും മാത്രമേ ഉള്ളൂ. പാർട്ട് എ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സബ് സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, വരയ്ക്കാനുള്ള സിഗ്നൽ ഡിസ്കസ് ചെയ്തു. അത് തന്നെ ആയിരിക്കും മിക്കവാറും ഇപ്രാവശ്യവും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു മെയിൻ, അല്ലെങ്കിൽ മിക്കവാറും മെയിൻസ് ഇതിൽ പോലും, അതായത് എസ് എ പാർട്ടായിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ജനറൽ വയറിംഗ് റൂളാണ്. അപ്പം ജനറൽ വയറിംഗ് റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ജനറൽ വയറിംഗ് റൂൾ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്, ജനറൽ വയറിംഗ് റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ന്യൂട്രലോ എർത്തിലോ സ്വിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ന്യൂട്രലോ എർത്തിലോ സ്വിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ന്യൂട്രലോ രണ്ടിലും സ്വിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ROIB എന്ന് പറയുന്ന വ്യത്യസ്ത കളർ ഉപയോഗിക്കണം. ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് ഒന്നുകൂടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മോഡ്യൂൾ ഒന്ന് നോക്കിയ ശേഷം അതിലേക്ക് വരാം. ഇപ്പോൾ രണ്ടാമത്തെ മോഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ആണ്. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടുള്ളതാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് കൺസിഡർ ഏരിയ എ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് സ്ഫിയർ റേഡിയസ് എ. സോളിഡ് ആംഗിൾ ഈസ് ഏരിയ ബൈ റേഡിയസ് ഇൻ ദ സ്ക്വയർ. ദെൻ രണ്ടാമതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ലൂമിനസ് ഫ്ലക്സ് ആണ്. ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്റഡ് എനർജി ബൈ ടൈം. അപ്പോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ ശേഷം പിന്നീട് സെൻറ്റൻസ് എഴുതാൻ ശ്രമിച്ചാലും മതി, അതാണ് എളുപ്പം. ലൂമിനസ് ഫ്ലക്സ് ഈസ് എ ലൈറ്റ് എനർജി റേഡിയേറ്റഡ് ഔട്ട് പെർ സെക്കൻഡ് ഫ്രം ദ ബോഡി ഇൻ ദ ഫോം ഓഫ് ലൂമിനസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് വേവ്. അപ്പോൾ എപ്പോഴും അതിൻ്റെ യൂണിറ്റ് ഈസ് ലൂമൻ. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ സ്റ്റെറിയഡിയൻ ആണ്. അതുപോലെ അതിൻ്റെ ഇലുമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്
കാൻഡിലയാണ് യൂണിറ്റ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സ് ബൈ സോളിഡ് ആംഗിൾ ആണ് ഇൻറ്റൻസിറ്റി. ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ലൂമിനസ് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയയാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ലക്സ് ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡിലയാണ്. ഓക്കെ. ദെൻ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓക്കെ, ഈ യൂട്ടിലൈസേഷൻ ഫാക്ടർ അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഫാക്ടർ, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഫാക്ടർ കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ഫാക്ടർ, അതുപോലെ സ്പേസ് ഹൈറ്റ് റേഷ്യോ, ഇത്തരം ചോദ്യങ്ങളായിരിക്കും ചോദിക്കാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ എന്ന് പറയുന്നത്. ഇപ്പം മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ MHCP എന്നാണ് പറയുക. ഇറ്റ് മീൻസ് ദ കാൻഡിൽ പവർ ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ കണ്ടെയ്നിങ് ലൈറ്റ് സോഴ്സ്. എല്ലാ ഡയറക്ഷനിലുള്ള പവറും അത് മെഷർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആവറേജും കാണുന്നുണ്ട്. പക്ഷേ സോഴ്സ് ഇരിക്കുന്നത് എവിടെ മാത്രമാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമാണ്. അതാണ് MHCP എന്ന് പറയുന്നത്. മീൻ സ്പെരിക്കൽ കാൻഡിൽ പവർ എന്ന് പറയുന്നതുണ്ട്. ഇതും അതേപോലെ തന്നെ സ്പെരിക്കലിരിക്കുന്ന അല്ലെങ്കിൽ ഓൾ ഡയറക്ഷനിലിരിക്കുന്ന ലുമിനസ് ആവറേജ് വാല്യൂ ഓഫ് എ കാൻഡിൽ പവർ എവിടെ? ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ ഓൾ പ്ലെയിൻ ആണ്. ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ ഓൾ പ്ലെയിൻ ആണ്. ഇറ്റ്സ് ഗിവൺ ദ ഫ്ലക്സ് അല്ലെങ്കിൽ ലുമൻ എമിറ്റഡ് ഇൻ ഡയറക്ഷൻ ഇൻ ഓൾ പ്ലെയിൻ ആണ്. എച്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾ ഇൻ പ്ലെയിൻ ആണ്. ഓക്കെ, ഇതായിരിക്കാം ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ലുമൻ ആക്ച്വലി റിസീവ്ഡ് ബൈ സർഫസ് ഡിവൈഡഡ് ബൈ ലുമൻ എമിറ്റഡ് ബൈ ലൈറ്റ് സോഴ്സ് ആണ്. അതിൻ്റെ ഫാക്ടേഴ്സ് ലൈറ്റ്, ടൈപ്പ് ഓഫ് ലൈറ്റിംഗ്, ഏത് ടൈപ്പ് ലൈറ്റിംഗ് ആണ്, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ, അടുത്തത് ഏത് ടൈപ്പാണ്, ഏത് മൗണ്ടിങ് ഹൈറ്റ് എത്രയാണ്, കളറാണ്, സർഫസ് ഓഫ് ദ വാൾ ആൻഡ് സീലിംഗ്, ഷേപ്പ് ആൻഡ് ഡയമെൻഷൻ ഓഫ് റൂം. ഇതെല്ലാമാണ് യൂട്ടിലൈസേഷൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ യൂട്ടിലൈസേഷൻ ഫാക്ടർ പിന്നെ പറഞ്ഞ കാര്യമാണ് സ്പേസ് ഹൈറ്റ് റേഷ്യോ. സ്പേസ് ബിറ്റ്വീൻ ലാമ്പ് ഡിവൈഡഡ് ബൈ മൗണ്ടിങ് ഹൈറ്റ് ഓഫ് ലാമ്പാണ് സ്പേസ് ഹൈറ്റ് റേഷ്യോ എന്ന് പറഞ്ഞത്. ചോദ്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അത്രയും കണ്ടത് ഡെഫിനിഷനായിട്ട് പറഞ്ഞത് സോളിഡ് ആംഗിള്, ലൂമിനസ് ഫ്ലക്സ്, ലൂമിനസ് ഇലുമിനേഷന്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ MHCPയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഫാക്ടർ, മെയിൻ്റനൻസ് ഫാക്ടർ, ഈ രണ്ട് ഫാക്ടറൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ മെയിൻ്റനൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ചോദ്യപേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ മെയിൻ്റനൻസ് ഫാക്ടർ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഫാക്ടർ? ഇക്വേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ക്ലീൻ ഡിവൈഡഡ് ബൈ, അതായത് ലുമൻ ഇലുമിനേഷൻ റിസീവ്ഡ് ഓൺ ദ ലുമിനസ് ഫ്ലക്സ് റിസീവ്ഡ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ എന്താണ് കണ്ടീഷൻ, റിയൽ ടൈമിലുള്ള കണ്ടീഷൻ എന്താണോ അതാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം കൂടെ വരുന്നുണ്ട്. യൂട്ടിലൈസേഷൻ ഫാക്ടറും വരുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫാക്ടറും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ആ മൂന്നാമത്തെ മോഡ്യൂളിൽ ഇനി സ്റ്റേറ്റ് 2 ലോ കൂടെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇതിൽ തന്നെ ചോദിക്കാൻ. സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ. അതല്ലാത്ത മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ചോദ്യത്തിനാണ് ഏറ്റവും സാധ്യത കൂടുതലുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്?
ബസ് ബാർ അറേഞ്ച്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബസ് ബാർ അറേഞ്ച്മെൻറ്റ് വരയ്ക്കുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഉണ്ട്, അതേപോലെ തന്നെ മെയിൻ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് ഉണ്ട്, മെയിൻ ഡി ബി ഉണ്ട്. ദെൻ ഇതാണ് ബസ് ബാർ എന്ന് പറയുന്നത്. ബസ് ബാർ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരയ്ക്കുക. RYB. ദെൻ സ്വിച്ച്, മോട്ടറിന് വീണ്ടും സ്വിച്ച് ഉണ്ടാവും, സ്റ്റാർട്ടർ ഉണ്ടാവും, ദെൻ മോട്ടർ ഉണ്ടാവും. ഇതാണ് സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിനേക്കാൾ അധികം എന്താണ് ബസ് ബാർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, എന്തിനാണ് എർത്തിങ് ഉപയോഗിക്കുന്നത്? പ്രിവെൻറ്റ് എന്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിങ് ഉപയോഗിക്കുന്നത്? ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ടൈപ്പ് എർത്തിങ് ആണ് എന്നും ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഓക്കെ, പിന്നെ സ്റ്റാർട്ടർ എന്തിനാണെന്നാണ് അടുത്ത ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഈ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ പറയുന്ന സാധനം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൂന്നാമത്തെ മോഡ്യൂളിൽ വരുന്ന പർപ്പസ് ഓഫ് എർത്തിങ്, അതുപോലെ തന്നെ സ്റ്റാർട്ടർ എന്തിനാണ്? സ്റ്റാർട്ടർ ശരിക്കും സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാനാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് ബാക്ക് EMF ഉണ്ടാവില്ല. അങ്ങനെ ബാക്ക് EMF ഇല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും. ആ കറണ്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് മൂന്നാമത്തെ മോഡ്യൂളിൽ ചോദിക്കാൻ കഴിയുന്ന ചോദ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ മോഡ്യൂളിൽ എളുപ്പത്തിൽ ചോദിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചോദ്യമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതേസമയം ഇതല്ലാതെ പിന്നെ ചോദിക്കാൻ കഴിയുന്നത് എർത്തിങ്ങിൻ്റെ നിയമങ്ങൾ ചോദിച്ചുകൊണ്ട്, ഇപ്പം റൂൾ നമ്പർ 90 എന്താണെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ റൂൾ നമ്പർ 90, IE എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളിൽ റൂൾ നമ്പർ 19 എന്ന് പറയുന്നത് എർത്തിങ്ങിനെ സംബന്ധിച്ചാണ്. ഓൾ ദ മെറ്റൽ സപ്പോർട്ട്, റീഇൻഫോഴ്സ്മെൻറ്റ്, ഫ്രീ സ്ട്രക്ചർഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സപ്പോർട്ട് ഓഫ് ഓവർഹെഡ് ലൈൻ മെറ്റാലിക്കൽ ഫിറ്റിംഗ് അറ്റാച്ച് ദർ ടു ഹെർ പെർമനൻ്റ്ലി എഫക്റ്റീവ്ലി എർത്തഡ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ നിയമമായതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നോക്കി അതേപോലെ പഠിച്ചെഴുതിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ റൂൾ നമ്പർ 90 എന്താണെന്ന് ചോദിച്ചാൽ അത് എർത്തിങ്ങിനെ സംബന്ധിച്ചാണ്. റൂൾ നമ്പർ 33 ആണ് അല്ലെങ്കിൽ പിന്നെ എർത്തിങ്ങിനെ കുറിച്ച് പറയുന്നത്. അത് എർത്തഡ് ടെർമിനൽ ഓൺ ദ കൺസ്യൂമർ പ്രിമിസസ്. കൺസ്യൂമറിൻ്റെ പ്രിമിസസിലാണ് എന്തുണ്ടാവേണ്ടത്? പോസ്റ്റ് ഇരിക്കുന്നത് സപ്ലയറുടെ പ്രിമിസസിലാണെങ്കിൽ എർത്ത് ടെർമിനൽ ഇരിക്കുന്നത് കൺസ്യൂമറിൻ്റെ പ്രിമിസസിലാണ്. അത് റൂൾ നമ്പർ 33 ആണ് അത് പറയുന്നത്. റൂൾ നമ്പർ 32 പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എർത്ത് ആൻഡ് എർത്ത് ന്യൂട്രൽ കണ്ടക്ടറിനെ സംബന്ധിച്ചാണ്. IS 3043 റിവ്യൂ, IE റൂൾ റിഗാർഡിംഗ് എർത്തിങ് എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റാണ് റൂൾ നമ്പർ 32, റൂൾ നമ്പർ 33, റൂൾ നമ്പർ 90 എന്ന് പറയുന്നത്. പർപ്പസ് എന്താണെന്ന് പറഞ്ഞു. 3 തരം എർത്തിങ് ഉണ്ടെന്ന് അറിയാം. പൈപ്പ് എർത്തിങ് ഉണ്ട്, പ്ലേറ്റ് എർത്തിങ് ഉണ്ട്. നമ്മൾ നാലാമത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ നാലാമത്തെ കോഴ്സ് ഔട്ട്കമ്മിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് നമ്മുടെ ഇതിൽ എന്താ അതിന് പറയാ, ഓവർഹെഡ് ലൈനിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണ് ഉപയോഗിക്കാനായിട്ട്, എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത്? ഇത് ഒറ്റ ചോദ്യമായിരിക്കും ഇപ്രാവശ്യത്തെ മാസ്റ്റർ പീസ്. ബിക്കോസ് അത് എളുപ്പമാണേനും. ഓവർഹെഡ് ലൈനിൽ ഒരു പോൾ ഉണ്ടാവും, സപ്പോർട്ടർ ഉണ്ടാവും, ഇൻസുലേറ്റർ ഉണ്ടാവും, ക്രോസ് ആം ഉണ്ടാവും, കണ്ടക്ടർ ഉണ്ടാവും, ഗ്യാങ് സ്റ്റേ സെറ്റ് ഉണ്ടാവും, ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ടാവും, ഫ്യൂസ് ഐസൊലേറ്റർ ഉണ്ടാവും, എർത്ത് വയർ ഉണ്ടാവും, ഗാർഡ് വയർ ഉണ്ടാവും. ഇതെല്ലാം ഓവർഹെഡ് ലൈനിലെ മേജർ കോമ്പണൻ്റ് ആണ്. ഇതെല്ലാ സാധനങ്ങളും ഉണ്ടാവും, ഇൻക്ലൂഡിങ് എന്തും കൂടെ ആയിരിക്കും. ഒരു സബ്സ്റ്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ സബ്സ്റ്റേഷനകത്ത് ഒരു ട്രാൻസ്ഫോമർ കൂടി, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കൂടെ ഉണ്ടാവും അധികമായിട്ട്. അതുപോലെ AB സ്വിച്ചും ഉണ്ടാവും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, മൂന്നാമത്തെ മോഡ്യൂളിൽ അല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ കഴിയുന്നത് ഇൻസുലേറ്ററുകൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസുലേറ്ററുകൾ ഉണ്ട്. പിൻ ഇൻസുലേറ്റർ ഉണ്ട്,
ഷാക്കിൾ ഇൻസുലേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ക് ഇൻസുലേറ്റർ ഉണ്ട്. പിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഒരെണ്ണം 11 kV, ഓരോ KV 11 KVയിലെ 33 KV ആകുമ്പോൾ 3 പിൻ ഇൻസുലേറ്റർ വേണം. ഡിസ്ക് ഇൻസുലേറ്ററുകളായാലും ഷാക്കിൾ ഇൻസുലേറ്ററുകളായാലും ഹെൻഡിലാണ്, അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത്. ക്രോസ് ആം നമുക്കറിയാവുന്നതാണ്. കണ്ടക്ടറുകൾ ഡിഫറെൻ്റ് ടൈപ്പ് കണ്ടക്ടർ ഉണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ്, ഈ പ്രാവശ്യത്തെ ചാൻസ് കൂടുതലുള്ളൊരു ചോദ്യമാണ്. ഒന്ന് പറഞ്ഞത് ഓവർ ഹെഡ് ലൈനിൻ്റെ കോമ്പണൻസുകളാണെങ്കിൽ, മറ്റൊന്ന് സ്റ്റേ സെറ്റ് വയർ വരച്ചിട്ട്, ഈ ചിത്രം വരച്ചിട്ട് ഭാഗങ്ങൾ മാർക്ക് ചെയ്യാനാണ്. കാരണം ഇതിൽ ഓവർ ഹെഡ് ലൈൻ ഓക്കെ, ഡെഡ് എൻഡ് ഓക്കെ, പോൾ ക്ലാമ്പ് ഓക്കെ അല്ല. അത് നമ്മൾ പഠിച്ച് എഴുതണം. പോൾ ക്ലാമ്പ്, പോൾ ക്ലാമ്പ്, സ്റ്റേ വയർ, 5 സ്ലൈസിങ്, അതുപോലെ ഗേ ഇൻസുലേറ്റർ 7, ഗേ ഇൻസുലേറ്റർ. ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് പറഞ്ഞാൽ ഗേ ഇൻസുലേറ്റർ എന്നാണ്. ഇവിടെ ഇതേപോലെ ഒരു പാർട്ട് ഉണ്ടാവും, അതിന് MS-ൻ്റെ സ്റ്റേബ്ലോ, ലോക്ക് നട്ട്. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം 4ാമത്തെ മോഡ്യൂളിൽ. പിന്നെ ഉള്ളത് ഗാർഡിംഗ് ആണ്. 2 ടൈപ്പ്. എന്തിനാണ് ഗാർഡിങ്? നേരിട്ട് ലൈൻ 40 താഴെ വന്ന് വീണ് അത് മറ്റെന്തിലെങ്കിലും ചാടി അവിടെ അപകടം ഉണ്ടാക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഗാർഡിങ്. ഗാർഡിങ് പ്രൊവൈഡ് സേഫ്റ്റി പർപ്പസ്. പ്രത്യേകിച്ചും ഒരു ലൈന് റോഡോ റെയിലോ ക്രോസ് ചെയ്യുന്ന സമയത്ത്, കനാൽ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ഇത്തരം സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. 2 തരമാണുള്ളത്. ചിത്രം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. 2 തരമാണ്. ഒന്ന്, ഇതെല്ലാം തൊട്ടിൽ പോലെയാണ്, ക്രാഡിൽ ഗാർഡാണ്. അല്ല എങ്കിൽ കേജ് ഗാർഡാണ്, ബോക്സ് ഗാർഡാണ്. ബോക്സ് ഗാർഡാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഇതാണ് ബോക്സ് ഗാർഡ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ബോക്സ് ഗാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം 3 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യനും 8 ക്വസ്റ്റ്യനും ആണോ? 3 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ എത്ര ക്വസ്റ്റ്യനാ? 5 ക്വസ്റ്റ്യൻ. 3 5 15. പിന്നെ ഉള്ളത് 15 മാർക്കുകളുടെ 4 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അപ്പോൾ 60ഉം 15ഉം 75 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ ഉണ്ടാവുക. സോ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് അതിൽ ആദ്യമേ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വയറിംഗ് ആണ് നമുക്ക് ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ വയറുകളും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ ഒരു മെയിൻ ആളാണ് നമ്മൾ ഈ കാണുന്ന ആൾ, ലെഡ് ഷീത്ത് വയർ എന്ന് പറഞ്ഞത്. ഇതിന് ഈ ചിത്രം നിർബന്ധമാണ്. അതായത് അതിൻ്റെ നടുവിലാണ് കണ്ടക്ടർ ഉള്ളത്, അതിൻ്റെ മുകളിൽ ഒരു ഇൻസുലേറ്റർ ഉണ്ട്, പിന്നെ ഒരു ഫിൽറ്റർ ഉണ്ട്, മെറ്റലിൻ്റെ ടാപ്പ് ഉണ്ട്, ലെഡിൻ്റെ കവർ ഉണ്ട്, PVC കവറും ആവാം. ഓക്കെ. സോ ഇതിനെ കൊണ്ടാണ് ലെഡ് ഷീത്ത് കേബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കേബിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ VIR കേബിൾ ആവാം. വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ എന്നാണ് അത് പറഞ്ഞത്. അത് ഒരു കോട്ടിങ്, ഒരു ഇൻസുലേറ്ററിൻ്റെ കോട്ടിങ് ഉണ്ടാവും കണ്ടക്ടറിൻ്റെ മീതെ. അതാണ് കേബിൾ കൺസിസ്റ്റ് ഓഫ് ഐദർ ടിൻഡ് കോപ്പർ കണ്ടക്ടർ കവേർഡ് വിത്ത് എ ലെയർ ഓഫ് വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ. The another rubber insulation coating taping sheathed cover is provide moisture resistant bit box. ഏറ്റവും പുറത്ത് എടുക്കുന്ന ലെഡിന് പകരമുള്ള ഒരു കോട്ടിങ്, ലെഡിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടാവും. സാധാരണ നമുക്ക് കാണാൻ കഴിയുന്ന കേബിൾസിനൊക്കെ എന്തേ ഉള്ളൂ, PVC കേബിൾസുകൾക്കൊക്കെ എന്തേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. PVC കേബിളാണ് മോർ ഫ്ലെക്സിബിൾ, ഇൻസുലേഷൻ പേപ്പർ ബെറ്റർ ആണ്, കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നില്ല, വെയിറ്റ് കുറവാണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് PVC ആണ്. PVC എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. ഇനി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വയറിങ്ങിലേക്കാണ് ചോദ്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ പാർട്ടിൽ ഇതേപോലെ ഒരു പ്രോബ്ലം തന്നിട്ട് താഴെ വയറിങ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ക്ലീറ്റ്സ് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, എല്ലാം 5 ടൈപ്പ് വയറിങ്ങിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് വയറിങ് ആയിരിക്കും ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ക്ലീറ്റ്സ് വയറിങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കണ്ടതെല്ലാം എന്താണ്? ക്ലീറ്റ്സ് വയറിങ് എന്തെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു,
അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ക്ലീറ്റ്സ് വയറിങ് ആവുന്ന സമയത്ത് ഒരു ക്ലീറ്റിൻ്റെ പടം വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതാണ് ക്ലീറ്റിൻ്റെ ഒരു 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 ഫിഗർ. അതിനൊരു ടോപ്പും ഉണ്ട്, ഒരു ബോട്ടമും ഉണ്ട്. ഈ ബോട്ടമാണ് എന്ത് ചെയ്യുന്നത്, വാളിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ക്ലീറ്റ്സ് വയറിങ് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ രണ്ട് ക്ലീറ്റ്സിന് ഇടയിൽ 30 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെയാണ് നീളം കൊടുക്കുന്നത്. സ്ക്രൂവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 38 mm ആണ്. പിന്നെ നമ്മുടെ കേബിളാണ്. കേബിൾ വിൽ ബി പ്ലേസ് 2.5 മീറ്റർ അപ്പാർട്ട് ഫ്രം ദ സെൻറ്റർ ഓഫ് ബ്രാഞ്ച്. അത് കറണ്ടിനനുസൃതമായിട്ട്, ലോഡിനനുസൃതമായിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. വുഡൻ്റെ പ്ലഗ് അല്ലെങ്കിൽ ഗട്ടിങ്സ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഈ വയറുകൾ, കാരണം ഇതൊരു ചെറിയ പീസല്ലേ, ഇതിൻ്റെ നടുവിലൂടെ വയർ പോയാൽ അടുത്ത പീസ് വരെ എന്തായിരിക്കും, വയർ ഇങ്ങനെ ലൂസായി കിടക്കുകയും ചെയ്യുക. അപ്പോൾ വയർ ആ ബോഡിയിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി, വാളിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വുഡൻ പ്ലഗ് അല്ലെങ്കിൽ ഗട്ടീസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. ബാക്കി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് നോക്കി തന്നെ ചെയ്യാവുന്നതാണ്. ഈസിയാണ്, ഡിസ്മാൻഡലിങ് ഈസിയാണ്, ഇൻസ്റ്റലേഷൻ ഈസിയാണ്. കാരണം ഇത് ഊരിയെടുത്താൽ മാത്രം മതി. രണ്ടാണി അയച്ചാൽ ഇതുകൊണ്ട് പോകുന്നു, വയറുണ്ട് പോകുന്നു, പുതിയ കണക്ഷൻ കൊടുക്കാം, ഓൾട്ടർനേഷൻ ചെയ്യാം, ഇൻസ്പെക്ഷൻ ചെയ്യാം, അഡീഷൻ ചെയ്യാം. അൺസ്കിൽഡ് ലേബറിന് വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാണാൻ വലിയ ഭംഗിയുണ്ടാവില്ല, ലൈഫ് കുറവായിരിക്കും, മെക്കാനിക്കലി ഇൻസെക്യൂർ ആണ്. എപ്പോൾ വേണമെങ്കിലും കൈകൊണ്ട് പോയി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരാനും ഡിസ്മാൻഡിലാവാനും സാധ്യത കൂടുതലാണ്. ഇതാണ് ഈ വയറിങ്ങിൽ ചിത്രം വരയ്ക്കേണ്ടി വരുന്നത് ക്ലീറ്റ്സ് വയറിങ് ആകുമ്പോഴും ലെഡ് ഷീത്ത് വയറിങ് ആകുമ്പോഴാണ്. ഓക്കെ, സോ നമ്മുടെ മുന്നിലുള്ള അടുത്ത ചാൻസ് എന്ന് പറയുന്നത് എന്തായാലും ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വയറിങ് ചോദിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇതേപോലെ ഒരു ചോദ്യമാണ് അടുത്തതിന് ചാൻസ് ഉള്ളത്. ഇതിനിപ്പോൾ എത്ര സബ് സർക്യൂട്ട് വേണം എന്നാണ്. ഡിറ്റർമിൻ ദി സൈസ് ഓഫ് വയർ ആൻഡ് ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് സബ് സർക്യൂട്ട്. സോ ഈ രണ്ട് ചോദ്യവും അത്തരം ഒരു ചോദ്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാമ്പ്, എത്ര ലാമ്പ് തന്നിട്ടുണ്ട്, 8 ലാമ്പ് തന്നിട്ടുണ്ട്. 8 × 5 400. 7 ഫാൻ തന്നിട്ടുണ്ട്, 5 ഫാൻ തന്നിട്ടുണ്ട്. 5 × 70 750 തന്നത് കൊണ്ടാണ് 70 എടുത്തത്. 5 ആംബിയറിൻ്റെ 100, 4 × 100 100, 400. ദെൻ റെഫ്രിജറേറ്റർ 1 250, 1 × 250 250. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ, അതായത് ലൈറ്റും ഫാനും 5 ആംബിയറിൻ്റെ സോക്കറ്റും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലൈറ്റ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം 400 + 350 + 400 + 250 1400 ആണ്. അപ്പോൾ 1400 ÷ 800 വാട്ട് എന്ന് പറഞ്ഞാൽ 1.75. അപ്പോൾ രണ്ട് ലൈറ്റ് സർക്യൂട്ട് വേണമെന്ന് മനസ്സിലായി. ഇനി അത് എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 8 × 5 13, 13 × 4 17, 17 × 1 18, 10 കൂടുതലുണ്ട്, 20 താഴെയാണ്. അപ്പോൾ 2 സബ് സർക്യൂട്ട് നിർബന്ധമാണ്. ഇനി ഇവിടെ ഒരു 15 ആംബിയറിന് ഒരു സോക്കറ്റും ഒരു പവർ പോയിന്റും ഒരു പവർ സർക്യൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ 1 HP മോട്ടറിന് വേണ്ടിയിട്ടും സബ് സർക്യൂട്ട് ഉപയോഗിക്കാം. അങ്ങനല്ല, അപ്പോൾ 2 സബ് സർക്യൂട്ട്, 4 സബ് സർക്യൂട്ട് ആവും. അത് വേണ്ട എങ്കിൽ, കാരണം ഒരു പവർ പോയിന്റിൽ 2 സബ് പോയിന്റ് ഉപയോഗിക്കാം. ഒരു പവർ സബ് സർക്യൂട്ടിൽ 2 പോയിന്റ് എന്നാണ് ചെയ്യുന്നതെങ്കിൽ അത്ര 3 സബ് സർക്യൂട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു പവർ സബ് സർക്യൂട്ട് ഫോർ മോട്ടർ ആൻഡ് 15 ആംബിയർ സോക്കറ്റ്. അപ്പം മൊത്തം 3 സബ് സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ ഗുണത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സബ് സർക്യൂട്ടാക്കി മാറ്റുന്നതാണ് നല്ലത്. ഓക്കെ, ദെൻ അടുത്തത് 400 + 350 + 400 + 250. ഇതിൽ കറണ്ട് കാണാൻ വേണ്ടിയിട്ട്
രണ്ട് സബ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ രണ്ട് സബ് സർക്യൂട്ട് ആക്കിയപ്പോൾ 8 ഉള്ളതിന് പകരം 4 നിർത്തും. 4 ഇൻറ്റു 4 ലൈറ്റ് 4 ഇൻറ്റു 50 പകുതിയാക്കി 2 ഇൻറ്റു 100 2 ഇൻറ്റു 100 അതായത് 8നെയും പകുതിയാക്കി. ഫാൻ 5 ആയിരുന്നു, 5ന് പകരം 2 എടുത്തിരിക്കുന്നത്. രണ്ട് രണ്ടാണ് എടുത്തിരിക്കുന്നത്. 2 ഇൻറ്റു 70 2 ഇൻറ്റു 100 1 ഇൻറ്റു 250 എല്ലാം ഇതിനകത്ത് പോയി. അപ്പോൾ 750 വാട്ടാണെങ്കിൽ 3.3 ആംബിയർ 1 mm ഒരു കേബിൾ ഉപയോഗിച്ചാൽ മതി. ഏതിനൊക്കെ? സബ് സർക്യൂട്ട് 1നും സബ് സർക്യൂട്ട് 2നും. ഏതൊക്കെ? ഈ 14 എണ്ണത്തിനാണ്. 8 + 5 + 4 ഇങ്ങനെയുള്ള രണ്ട് സബ് സർക്യൂട്ടുകൾക്ക്, രണ്ട് ലൈറ്റ് സർക്യൂട്ടുകൾക്ക് 1 mm² കേബിൾ ഉപയോഗിച്ചാൽ മതി. അതേസമയം രണ്ട് പവർ കേബിളിനും കൂടെ ഇവരെ രണ്ടും വെവ്വേറെ കണ്ടിട്ടുണ്ട്. അതായത് 4 2 5 പകരം ഇവിടെ 3 ഇട്ടു. 5 പകരം 4 പകരം 2 5 ആംബിയറിൻ്റെ സോക്കറ്റ് ഇട്ട് അങ്ങനെ 610 610/230 2.4 അത് രണ്ടായാലും 1 mm² ആണ് ഉപയോഗിക്കുന്നത്. പവർ സർക്യൂട്ടിൽ രണ്ടിലും 2.5 mm² ആണ് ഉപയോഗിക്കുന്നത്. മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് IC/DP ആണ്, ഡബിൾ പോളാണ്, 16 ആംബിയർ 250 വോൾട്ട്. അപ്പം ഇതിൻ്റെ ഓറായിട്ട് എപ്പോഴും ഒരു ഫിഗർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ വലിയ ഫിഗറുകളെല്ലാം കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് തന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചെറിയ ഏറ്റവും കഴിഞ്ഞതിന് മുമ്പത്തെ ചോദ്യം ഇതേപോലത്തെ വലിയ ഫിഗറാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വലിയ ഫിഗറിലേക്ക് പോകുന്നതിന് പകരം ഇപ്രാവശ്യം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് ചെറിയ ഫിഗറുകൾ ഏതെങ്കിലുമുള്ള ഒരു ഇതേപോലത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫിഗറായിരിക്കും തരിക എന്നുള്ളതാണ്. ഇതിനകത്താണെങ്കിൽ ആദ്യം തന്നെ നമ്പർ ഓഫ് സബ് സർക്യൂട്ട് കാണണം. ആകെ 4 ലാമ്പാണ്. 4 ഗുണം 80 ഇട്ടിരിക്കുന്നത്. 4 ഗുണം 60 ഇട്ടിരിക്കുന്നത്, 240. ഒരു ഫാനാണ് 80. 2 സോക്കറ്റുകൾ ഉപയോഗിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 2 ഇൻറ്റു 100 200. ആകെ ഇതിൻ്റെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം. 6 2 1 6 1 7 എണ്ണേ ഉള്ളൂ. ഒരു സബ് സർക്യൂട്ട് മതി. ടോട്ടൽ പവർ 800-നേക്കാളും കുറവാണ്, 520 ഉള്ളൂ. അപ്പോഴും ഒരു സബ് സർക്യൂട്ട് മതി. സിമ്പിളാണ്. ആ സബ് സർക്യൂട്ടിൻ്റെ വയറിംഗ് ഡയഗ്രാം വരയ്ക്കുക. അല്ല എങ്കിൽ ഇതിനകത്ത് തന്നെ എന്ത് ചെയ്താലും മതി. സിമ്പിളായിട്ട് 3 ഡയമെൻഷൻ ഒന്നും വേണമെന്നില്ല. എന്ത് ചെയ്യുക, 3 ഡയമെൻഷൻ ഒന്നും വേണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് തന്നെ നമുക്ക് കർസർ വെച്ച് വരയ്ക്കാം. നോക്കിക്കോളാം. സോ ഇതാ ഇവിടെ നിന്ന് DBയിൽ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് പോകും, ഇവിടം വരെ വരും. ഇവിടെ നിന്ന് ഒറ്റ ലൈൻ ഇങ്ങോട്ടും പോകും. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 മീറ്റർ ഇങ്ങോട്ട് വരും. 2ഉം പിന്നെ ഇവിടം വരെ 5ഉം 2 ഇൻറ്റു 2 + 5 വരെ വരും ഒരു സബ് സർക്യൂട്ട്. അതേപോലെ തന്നെ ഇവിടെ വന്ന് കയറി ഇങ്ങോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2ഉം നമുക്ക് ഇതിൽ കണക്കൂട്ടാം. ഇവിടം വരെ 2 മീറ്റർ, അത് പിന്നെ ഇവിടെ ഒരു 1.5 വരും. അപ്പോൾ ഈ ഒരു അസംഷൻസ് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ഫിഗർ നമുക്ക് ആവശ്യമാണ്. കാരണം മൊത്തം റൂമിൻ്റെ ഹൈറ്റ് 3.5, SB സ്വിച്ച് ബോർഡിലേക്ക് 1.5. അങ്ങനെയാണെങ്കിലാണ് ഈ നീളം വരെയുള്ള നീളം എന്ന് പറയുന്നത് 3.5 നിന്ന് 1.5 പോയാൽ പിന്നെ വരുന്നത് 1.5 സോറി 3.5 എന്നല്ല, 3.5 നിന്ന് ആകെ 3 മീറ്റർ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. ഈ ഹൊറിസോണ്ടൽ ഈ കേബിളിലേക്ക് വെച്ചിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കയറി വരുന്നത് 3 നിന്ന് 1.5 കുറച്ചാൽ മതി. അപ്പോൾ 1.5. 3 റൂമിലും 3 SBകളുണ്ടാവും. അതാണ് 1.5 + 1.5 + 1.5 4.5 എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ നീളം എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ കൂട്ടിയത്. 3.5 + 3.5 + 5.5 മതി. 12 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കാം. അതായത് ഇതാണ് 3.5 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് 3.5 എന്ന് പറയുന്നത്? കാരണം ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം എന്ന് പറഞ്ഞാൽ ഒരു 0.5 ഒഴിവാക്കുകയാണെങ്കിൽ 4 0.3 ഇവിടം വരെ 2ഉം പിന്നെ 1.5 ചേർത്താൽ 3.5. അപ്പം 3.5 ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് 5. അത് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതായിരിക്കാം ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതിന് ഓവറായിട്ടായിരിക്കും മറ്റൊരു ക്വസ്റ്റ്യൻ, വയറിങ്ങോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച മാതിരി കുറേ സർക്യൂട്ട് തന്നിട്ട് അത് ആഡ് ചെയ്യാനോ പറയുന്നുണ്ടാവുക. അപ്പോൾ അത് 12.
എസ് ബിയിലേക്ക് ഇറങ്ങുന്ന എസ് ബി എന്ന് പറഞ്ഞാൽ സ്വിച്ച് ബോർഡിലേക്ക് ഇറങ്ങുന്നത്. ഈ അപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് കയറാൻ വേണ്ടിയിട്ടാണ്, ഒരു റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. 0.5 പ്ലസ് 0.5 1. വാളിൻ്റെ തിക്നെസ് 0.6 തന്നിട്ടില്ലെങ്കിൽ 0.3 പ്ലസ് 0.3 0.93 എടുക്കുക. ഒരു റൂമിലേക്ക് കയറുകയും മറ്റൊരു റൂമിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ മറ്റൊരു റൂമിലേക്ക് 3 റൂമുള്ള ആൾ അപ്പോൾ പ്ലസ് 0.5 കൂടി ആഡ് ചെയ്യാവും. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 18 കിട്ടും. നമ്മളത് കുറച്ചുകൂടെ കൂട്ടി 20 ആക്കിയിട്ടുണ്ട്. 20 സിംഗിൾ ലൈൻ ഡയഗ്രാം, സിംഗിൾ വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫേസ് ന്യൂട്രൽ എർത്തും കൂടി ചേർക്കുകയാണെങ്കിൽ 3 ഇൻറ്റു 30 60 ആംബിയർ, 60 മീറ്റർ കേബിളുണ്ട്. മറ്റത് അതിനൊരു 15% വേസ്റ്റും കൂടി ചോദിച്ചാൽ 63. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് മീറ്റർ ബോർഡ് വയർ ചെയ്യാൻ 2, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വയർ ചെയ്യാൻ 2, ഫാനും ലൈറ്റും കൂടി 4 പ്ലസ് 1 5 പോയിൻറ്റ്സ് ആണുള്ളത് ഇവിടെ നമുക്കുള്ളത്. അങ്ങനെ മൊത്തം 9 പോയിൻ്റാണ്. ഒരു 9 പോയിൻറ്റിന് 300 രൂപ വെച്ചാണെങ്കിൽ 2700 രൂപയാണ് ചാർജ് ഉള്ളത്. ഇതാണ് ഇത് നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചിട്ട് പോവുക. ഐ മീൻസ് ഏത് ക്വസ്റ്റ്യൻ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ചോദിച്ചാലും ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. പറയാം എന്തൊക്കെ വ്യത്യാസം വരിക എന്നുള്ളത്. എന്തായാലും മെയിൻ സ്വിച്ച് ഒന്ന് തന്നെയാണ്. എം സി ബികളുടെ എണ്ണം ഇവിടെ സബ് സർക്യൂട്ട് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നാണ്. ഫ്യൂസ് എന്തായാലും ഒന്നാണ്. കട്ടൗട്ട് ഫ്യൂസ് ആണ് പുറത്തിരിക്കുന്നത്. ഈ മെയിൻ സ്വിച്ചിൻ്റെ അകത്ത് ഫ്യൂസ് ഇരിപ്പുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ മെയിൻ സ്വിച്ച് വിത്ത് ഫ്യൂസ് യൂണിറ്റ്സ് എന്ന് എഴുതിയാൽ മതി. അത് ഒരെണ്ണം തന്നെ, ആ യൂണിറ്റ് ഒരുമിച്ചാണ് വാങ്ങുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. മെയിൻ സ്വിച്ചാണ്. പിന്നെ പുറത്തിരിക്കുന്ന ഒരു ഫ്യൂസ് ആണ്, അത് കട്ടൗട്ട്. അത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. ആ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ എത്ര സബ് സർക്യൂട്ട് ഉണ്ട് അത്രയും എം സി ബി എന്നോ അല്ല എങ്കിൽ ഫ്യൂസ് എന്നോ എഴുതിയാൽ മതി. പിന്നെ വരുന്നത് കോണ്ടിയൂട്ടാണ്. 18 mm എന്നോ 24 mm എന്നോ ഒക്കെ എഴുതാം, ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. 18 mm അവിടെയാണ് നമുക്ക് മറ്റൊരു ചോദ്യം, ഈ തന്ന ചോദ്യമല്ല വേറൊരു ചോദ്യമാണ് തന്നിരിക്കണമെങ്കിൽ ഈ നീളം കണ്ടുപിടിക്കുന്നതാണ് വ്യത്യാസം വരിക. അതൊന്നും പൂർണ്ണമായി നോക്കിക്കൊള്ളുന്നില്ല. ഇനി കുറച്ചാൽ തന്നെ അരമണി മാർക്കേ കുറയ്ക്കുള്ളൂ. ഓക്കെ, ദെൻ കേബിളാണ് 1 mm കേബിളിൻ്റെ നീളമാണ്, അവിടെ അത് തന്നെയാണ്. അതുപോലെ 5 ആംബിയറിൻ്റെ സ്വിച്ചുകളാണ്. എത്ര എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അത്രയും സ്വിച്ചസും ഉണ്ടാവും. അപ്പോൾ 7 സ്വിച്ചാണ്, അത് മാറാം. ദെൻ സോക്കറ്റ് എന്ന് പറയുന്നത് 100 ആംബിയറിൻ്റെ 100 ആംബിയറിന് വേണ്ടിയിട്ടുള്ള 5 ആംബിയറിന് വേണ്ടിയുള്ള സോക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, 2 എണ്ണമാണ്. സീലിംഗ് റോസ് എന്ന് പറയുന്നത് ഒരെണ്ണം. സീലിംഗ് റോസ് എന്ന് പറയുന്നത് ഒറ്റ ഫാനേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരെണ്ണം എന്ന് പറഞ്ഞത്. അടുത്തത് ലാമ്പ് ഹോൾഡർ എന്ന് പറയുന്നത് എത്ര ലാമ്പ് ഹോൾഡർ വേണ്ടി വരും? എത്ര ലാമ്പ് ഉണ്ട്? 4 ലാമ്പ് ഉണ്ട്, അതുകൊണ്ട് 4. പിന്നെ സ്വിച്ച് ബോർഡ് വേണം. ഡി ബിക്ക് ഡി ബോർഡ് വേണം. 45x30 എന്ന് അറിയാവുന്നവർക്ക് അത് എഴുതുക, അല്ലെങ്കിൽ ബോർഡ് എന്ന് എഴുതിയാലും മതി. റൗണ്ട് ബ്ലോക്ക് 4 എണ്ണം, സാഡിൽ ഒരെണ്ണം, നെയിൽ ആവശ്യത്തിന് എഴുതിയാൽ മതി. വുഡൻ സ്ക്രൂ, സിമെൻറ്റ്, ലേബർ കോസ്റ്റ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. മെയിൻ സ്വിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടി വരിക എം സി ബി അല്ലെങ്കിൽ ഫ്യൂസ്. ഏത് ഫ്യൂസ്? സബ് സർക്യൂട്ടിനനുസരിച്ചുമായിട്ട്. പിന്നെ 4ാമത്തെ ഐറ്റമായിട്ട് വരുന്നത് എപ്പോഴും എന്തായിരിക്കും? കോണ്ടിയൂട്ട് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും വരുന്നത്? കേബിൾ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? സ്വിച്ച് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? സോക്കറ്റ് ആയിരിക്കും. 16 ആംബിയർ ഉണ്ടെങ്കിൽ അത് വേറെ എഴുതുക, 5 ആംബിയർ ഉണ്ടെങ്കിൽ അത് വേറെ എഴുതുക. സീലിംഗ് റോസ് ആയിരിക്കും. ഫാൻ ഉണ്ടെങ്കിൽ എന്തായാലും സീലിംഗ് റോസ് വേണം. ലാമ്പ് ഉണ്ടെങ്കിൽ ലാമ്പ് ഹോൾഡർ വേണം. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതേപോലൊരു പ്രോബ്ലം, ഒരു ചോദ്യം, ഇതേപോലൊരു പ്രോബ്ലം, ഇതേപോലൊരു പ്രോബ്ലം, അതിനൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താണ് ജനറൽ വയറിംഗ് റോള് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാണ് ജനറൽ വയറിംഗ് റോൾ എന്ന് പറയുന്നത്. കറണ്ട് റേറ്റിംഗ് ഓഫ് എ കേബിൾ ഷുഡ് ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദ ലോഡ് കറണ്ട്. ലൈവ് വയർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ബൈ ഫ്യൂസ്. ഇപ്പോൾ അത് MCB ആയിട്ട് മാറിയിട്ടുണ്ട്. ഓഫ് എ സൂട്ടബിൾ റേറ്റിംഗ് ആസ് പെർ ലോഡ് റിക്വയർമെൻറ്റ്. എവരി സബ് സർക്യൂട്ട് ഷുഡ് ബി കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. All metal covering should be protected of earth. No switch or fuse in the earth or neutral wire.
every apparatus should be provided by a separate switch. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചു പോകുന്നതാണ്. ഫസ്റ്റ് മോഡ്യൂൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിനകത്ത് എന്ത് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ ലോ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ലോയും സ്റ്റേറ്റ് ചെയ്ത് ആ രണ്ട് ലോയും പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ രണ്ട് ലോയും നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏതാണ് ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും എന്താണ്? രണ്ട് ലോയും സ്റ്റേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് അത് പ്രൂഫ് ചെയ്യുക എന്നാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോകാനായിട്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നില്ല. കാരണം ഇതെന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. സെൻറ്റൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഇലുമിനേഷൻ ഓഫ് എ സർഫസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സർഫസ് ആൻഡ് ലൈറ്റ് സോഴ്സ് പ്രൊവൈഡഡ്. അല്ലെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സർഫസ് ആൻഡ് ലൈറ്റ് സോഴ്സ്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇത്രയും ആകെ ഇതിൽ പഠിക്കാനുള്ളൂ. ഇലുമിനേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സർഫസ് ആൻഡ് ലൈറ്റ് സോഴ്സ്. അതേസമയം കൊസൈൻ ലോ ആവുന്ന സമയത്ത് ഇലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ, കൃത്യമായി പറയും, ആംഗിൾ ബിറ്റ്വീൻ. എന്താണ് ആംഗിൾ ബിറ്റ്വീൻ? എന്ത് തമ്മിലുള്ള ആംഗിളാണ്? ആംഗിൾ ബിറ്റ്വീൻ നോർമൽ അറ്റ് എ പോയിന്റ് ആൻഡ് ലൈൻ ഓഫ് ഫ്ലക്സ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വേണം. നോർമൽ അറ്റ് എ പോയിന്റ്, ഇതും കൂടെ വരച്ച് കാണിക്കുക. ഈ സർഫസിന് നോർമൽ ആവുന്ന ലൈൻ, ഇത് എന്താണ് നോർമൽ പറഞ്ഞത്? നോർമൽ ലൈനാണ്. നോർമൽ അറ്റ് എ പോയിന്റ് ആൻഡ് ലൈൻ ഓഫ് ഫ്ലക്സ്, അത് തമ്മിലുള്ള ആംഗിളാണ് എന്ത്? ആംഗിളിൻ്റെ കൊസൈൻ ഓഫ് ആംഗിളാണ് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് ഈക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷണലാണ്. ഈ രണ്ട് നിയമവും എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന് പുറമെ ഇത് ചെയ്യാനുമാണ് പറയാം. ഇതിൽ ആദ്യം തന്നെ വേണ്ടത് ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യം തന്നെ എസ് മാർക്ക് ചെയ്യുക. എസ് എന്ന് പറഞ്ഞാൽ സോഴ്സ്, അതിൽ നിന്ന് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ അകലത്തിൽ എ എന്ന് പറയുന്ന സർഫസ്, പിന്നെ 2D അകലെ 2D എന്ന് പറയുന്ന ദൂരത്തിന് അകലെ A2 എന്ന് പറയുന്നത്, 3D അകലെ A3 എന്ന് പറയുന്നത്. ഓക്കെ, A3 എന്ന് പറയുന്നത്. എന്നതിൻ്റെ ശേഷം നമുക്കിതിനകത്ത് ഇലുമിനേഷൻ ആണ് വേണ്ടത്. ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലക്സ് ബൈ ഏരിയയാണ്. അപ്പോൾ ഫ്ലക്സിനെ ഡയറക്റ്റ് കൊണ്ടുപോകാതെ സോളിഡ് ആംഗിളിൽ നിന്ന് ഇലുമിനസ് ഇൻറ്റൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഈ സോളിഡ് ആംഗിളാണ്. ഏരിയ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. എന്തുകൊണ്ടാണ് ഏരിയ? A1ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഡി സ്ക്വയർ ആണ്. A2ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2D ഹോൾ സ്ക്വയർ ആണ് വരിക. ഏത്? ഒമേഗ എന്ന് പറയുമ്പോൾ. മൂന്നാമത്തെ സർഫസിലേക്ക് വരുന്ന സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് A3 ഡിവൈഡ് ബൈ 3D ഹോൾ സ്ക്വയർ ആണ് വരിക. അങ്ങനെ ഫ്ലക്സ് ഓരോന്നും കണ്ടുപിടിച്ചു. അതിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 1/A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് A1 ക്യാൻസലായി. സോ I1/D സ്ക്വയർ. കാണാതെ പഠിക്കുന്നവർക്ക് ഞാൻ കാണാതെ പഠിക്കാം, ചോദിച്ചിരിക്കും. ഓക്കെ, ദെൻ E2 ആവുമ്പോൾ, അതായത് ഇലുമിനേഷൻ E2 ഓൺ സർഫസ് A2 എന്ന് പറഞ്ഞാൽ 1/A2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ I ഡിവൈഡഡ് ബൈ 2D സ്ക്വയറേ അവശേഷിക്കുള്ളൂ. അത് എന്താണ്? ഫ്ലക്സ് കാണാൻ വേണ്ടി ലൂമിനസ് ഇൻറ്റൻസിറ്റി ഇൻറ്റു സോളിഡ് ആംഗിൾ ആണ്. ശരിക്കും നമ്മൾ പഠിച്ച ഡെഫിനേഷൻ ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ്, ദാറ്റ് ഈസ് ഫ്ലക്സ് ബൈ സോളിഡ് ആംഗിൾ എന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തത് ഫ്ലക്സ് ആണ്. എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ ഇലുമിനേഷൻ ആണ്, E ആണ് നമുക്ക് വേണ്ടത്. ഈക്ക് എന്ത് പ്രൊപ്പോർഷനാണ്? 1/D സ്ക്വയർ, 1/2D സ്ക്വയർ, 1/3D സ്ക്വയർ. A3 ഡിവൈഡ് ചെയ്ത് ബാക്കി I/2 3D സ്ക്വയർ ആയി. ഇതെല്ലാം കൂടി റേഷ്യോ കാണുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ
ലെബേർട്സ് കൊസൈൻ ലോ എന്ന് പറയുമ്പോൾ ഈ ചിത്രമാണ് ആദ്യം വരച്ച് പഠിക്കേണ്ടത്. ചിത്രം വരയ്ക്കണ ശരിക്കും ശ്രദ്ധിച്ചോളി. ആദ്യം ഒരു ലൈൻ വരച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഒരു കുറച്ച് ഡാർക്കായിട്ടൊരു ലൈൻ വരച്ചു. അതിന് ഞാനൊരു പേരിട്ടു, സി ഡി എന്ന് പേരിട്ടു. എന്നിട്ട് പിന്നെ അവ ചെയ്യുന്നത് സോസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സോസിന് ഈ പ്രതലവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എച്ച് ആണ്. അതിൻ്റെ എന്താണ് പറയുക, ലൈൻ വരച്ചു. അതിലേക്കുള്ള ദൂരത്തെ ഡി എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിനങ്ങനെ ക്രോസ് ആയിട്ട്, അതായത് സോസിന് നോർമലായിട്ട് ലൈൻ വരച്ചു. അതിന് എ ബി എന്ന് പേര് കൊടുക്കും. രണ്ട് ആ എക്കും ബിയിലേക്കും 2 പോയിന്റ് വരച്ചു. എന്നിട്ട് ആംഗിൾ മാർക്ക് ചെയ്തു. എച്ചിൽ നിന്ന്, അതായത് ആ ട്രയാങ്കിളായി കണക്കാക്കുകയാണെങ്കിൽ അതിനെ തീറ്റ എന്നും മറ്റതിനെ സോളിഡ് ആംഗിൾ ഒമേഗ എന്നുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും വരയ്ക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തതിൻ്റെ പ്രോസസ്സ്. ഇത് വരച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി മാർക്കായി കഴിഞ്ഞു. കണ്ടോ, സി ഡി, സോസ്, എച്ച്, അതിലേക്കൊരു ലൈന്, ദെൻ അതിനൊരു നോർമലായിട്ട്, അതിന് പാരലായിട്ട്, സോസിന് പാരലായിട്ട് ഡി, തീറ്റ, ഒമേഗ മാർക്ക് ചെയ്യണേ നോക്കിക്കോളൂ എവിടെയാണെന്നുള്ളത്. ദെൻ ഇങ്ങനെ ഒരു ലൈൻ കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടും ആവശ്യമാണ്. ഇതിനും തീറ്റ എന്നാണ് വരിക, എ ബി. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. എ ബി എന്ന് പറഞ്ഞാൽ സർഫസ് ഈസ് നോർമൽ ടു സോഴ്സ്. എ ബി ആണ് കേട്ടോ. എ ബി എന്ന് പറയുന്ന സർഫസ് ഈസ് നോർമൽ ടു സോഴ്സ് ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് എ തീറ്റ ടു സോഴ്സ്. ദെൻ അടുത്തത് എ ബി എന്ന് പറഞ്ഞാൽ സി ഡി കോസ് തീറ്റയാണ്. ദെൻ സി ഡി എന്ന് പറഞ്ഞാൽ എ ബി ബൈ കോസ് തീറ്റയാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് സർഫസ് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് സോഴ്സ് ഫ്രം സർഫസ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയാണ്. ഒമേഗ എന്ന അക്ഷരം കൊണ്ടാണ് സോളിഡ് ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇലുമിനേഷൻ ഓൺ ദ സർഫസ് എ ബി എന്ന് പറയുന്നത് നോർമലാണ്, നേരെ അണ്ടറിലാണ് ഉണ്ടാവുക. ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. സോ ഫ്ലക്സ് ബൈ ഏരിയയാണ് ഐ ബൈ ഡി സ്ക്വയർ ആണ്. ഫ്ലക്സ് ബൈ ഏരിയയാണ് ഐ ബൈ ഡി സ്ക്വയർ ആണ്. നേരത്തെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തത് ഫ്ലക്സ് ബൈ ഏരിയ പോയിട്ട് ഐ ബൈ ഡി സ്ക്വയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടത് ഈ നോർമൽ പ്ലെയിനിലുള്ള ഇലുമിനേഷൻ അല്ല, സി ഡി പ്ലെയിനിലുള്ള ഇലുമിനേഷൻ ആണ്. അപ്പോൾ സി ഡി പ്ലെയിനിലുള്ള ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ബൈ ഏരിയ സി ഡി ആണ്. അപ്പോൾ ഐ ഡിവൈഡഡ് ബൈ ഏരിയ ബൈ കോസ് തീറ്റയാണ്. സോ അതായത് എവിടെ നിന്ന് കിട്ടി, ഏരിയ എ ബി എന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത് എ ബി ബൈ കോസ് തീറ്റ ആയതുകൊണ്ടാണ് ഐ ഡി സ്ക്വയർ കോസ് തീറ്റ. ഈ കോസ് തീറ്റ നേരെ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇലുമിനേഷൻ ഓൺ ദ സർഫസ് സി എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ് പ്രൊപ്പോർഷണലാണെന്ന് പറയുന്നത്, കോസ് തീറ്റക്ക് പ്രൊപ്പോർഷണലാണെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ നേരെ താഴെ നമുക്ക് അതിലേക്ക് അങ്ങ് പോവാം. ഓക്കെ, ഇത് കാണാതെ പഠിക്കാം. അതായത് ലൈറ്റിൻ്റെ നേരെ താഴെയുള്ള ഇലുമിനേഷൻ കാണാനായിട്ട് പറഞ്ഞാൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതാണ്. അതായത് ഇതുവരെ ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ടാകും. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോദിക്കുമ്പോഴെപ്പോഴും എങ്ങനെയാണ് ചോദിക്കുന്നത്, രണ്ട് സോഴ്സും ഡിഫറൻ്റ് ആക്കി തന്നുകൊണ്ടാണ് സാധാരണഗതിയിൽ ചോദിക്കുക. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല, വാല്യൂ തുല്യമായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് ഇതെന്ന് പറയുന്നത്. രണ്ട് സോഴ്സും ഡിഫറൻ്റ് ആണ്. രണ്ട് സോഴ്സ്, ഒന്ന് 200 ഒന്ന് 250 കാൻഡിലേയുമാണ്. ഓക്കെ, 250 കാൻഡിലേയുമാണ്. അല്ലാത്ത ഒന്ന് 250 കാൻഡിലേ അല്ലാതെ രണ്ടും തുല്യമായിക്കൊണ്ടുള്ള ഒരു കാൻഡിലിൻ്റെ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ആ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്
ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യം ഇതായിരിക്കും എന്നാണെന്നുള്ളതാണ്. 500 ക്യാൻഡിലുള്ള രണ്ട് ലൈറ്റ് അല്ല, ഒരുപാട് ലൈറ്റുകൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, 10 മീറ്റർ അകലത്തിലായിട്ട്. പക്ഷെ രണ്ട് ലാമ്പ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഇലുമിനേഷൻ അണ്ടർ എ ലാമ്പ് ആൻഡ് സെൻറ്റർ ബിറ്റ്വീൻ ടു ലാമ്പ്. അപ്പം രണ്ട് ലാമ്പുകളും ഇരിക്കുന്നത് എത്രയാണ്? 6 മീറ്റർ ഉയരത്തിലാണ്. 6 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ ഇതിൽ ആദ്യം കണ്ടുപിടിക്കുന്നത് സിയിലെ ഇലുമിനേഷനാണ്. സിക്ക് വരുന്ന ഇലുമിനേഷൻ എന്ന് പറയുന്നത് L1 കൊണ്ടും ഉണ്ടാവും, L2 കൊണ്ടും ഉണ്ടാവും. അപ്പോൾ L1 കൊണ്ടുണ്ടാവുന്നത് സെൻട്രലായതുകൊണ്ട് 10 മീറ്റർ ആയതുകൊണ്ട് 10ൻ്റെ പകുതി 5 5. രണ്ടിൻ്റെ ഉയരം 6 6ആണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം കാണണം. ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈതഗോറൻ സിദ്ധാന്തം പ്രകാരം √r² + 5a². അതാണ് എന്തെന്ന് പറയുന്നത് d1. ഇത് തന്നെയാണ് ഈ L2ൽ നിന്ന് എത്തുന്ന ദൂരവും. കാരണം എന്താ? അത് തമ്മിലുള്ള ദൂരം വ്യത്യാസപ്പെടുന്നില്ല, ഉയരവും വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ അത് 7.8 ആണ്. ഇനി ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് അഡ്ജസൻറ്റ് സൈഡ് θ1ൻ്റെ അഡ്ജസൻറ്റ് 6 ഡിവൈഡഡ് ബൈ 7.8 ആണ്, 0.77 ആണ്. അപ്പോൾ 500 ആണ്. 500 ഗുണം 0.77 ഡിവൈഡ് 0.8ൻ്റെ സ്ക്വയർ 6.3 ആണ്. ഇതേ വാല്യൂ തന്നെ ആയിരിക്കും L2ൽ നിന്നും ഉണ്ടാവുക. കാരണം √r² + 5a² അല്ലേ? അതെന്തായാലും 7.8 തന്നെയാണ്. 6 ഡിവൈഡ് ബൈ 7.8 0.77 തന്നെയാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 12.6. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് സെൻറ്ററിലുള്ള ഇലുമിനേഷൻ എത്രയാണെന്നുള്ളതാണ്. ഈ വാല്യൂ മാറിയാൽ ഈ വാല്യൂസ് ഒക്കെ മാറും. L1ൻ്റെ വാല്യൂവും L2ൻ്റെ വാല്യൂവും 500 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. 600 ആയ 600 എന്നാവും. പിന്നെ ഉയരം തമ്മിൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉയരം വരുന്ന ഭാഗവും ഇവിടെ മാറ്റണം. 6 എന്ന് പറയുന്നത് ഇവിടെ 6 ആണെങ്കിൽ ഇപ്പുറത്ത് 8 ആണെങ്കിൽ ഇവിടെ 8² ആവും. അപ്പോൾ d2ൻ്റെ വാല്യൂ മാറും. അപ്പോൾ വീണ്ടും L2 കൊണ്ടുള്ള ഇലുമിനേഷൻ കണ്ടിട്ട് സെയിം അല്ല. പക്ഷേ ഇനി അണ്ടർ ദ ലാമ്പ് എന്ന് പറയുന്നത് ഞാൻ ബി ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ L1ൽ നിന്ന് L2ൽ നിന്ന് നേരെ താഴേക്കാണ് വരുന്നത്. ഇതാണ് നോർമൽ. ഇവിടെ ആരില്ല? ആംഗിളില്ല. ഓക്കെ, ഇതിൽ നിന്ന് ആംഗിൾ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് 500 ഡിവൈഡഡ് ബൈ ഏതെന്ന് പറയുന്നത് 500 ഡിവൈഡഡ് ബൈ നേരെ 500 ഡിവൈഡ് ബൈ r², 13.86. മറ്റേതാണെങ്കിൽ 500 ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് കിട്ടണം. 500 ഇൻറ്റു കോസ് തീറ്റയും വേണം, θ2ഉം വേണം. അതായത് L2 കൊണ്ട് ബിയിലേക്ക് എത്തുന്ന ഇലുമിനേഷൻ. സിയിലേക്കാണ് L1 L2 ആദ്യം കണ്ടുപിടിച്ചത്. ഇനി ബിയിലേക്ക് L2ൽ നിന്നുള്ള ഇപ്പം നമ്മൾ കണ്ടു. L1ൽ നിന്ന് കാണുന്ന സമയത്ത് വീണ്ടും 500 ഇൻറ്റു എന്ത് കാണാം? കോസ് വേണം. കോസ് എന്ന് പറയുന്നത് 6 ഡിവൈഡ് ബൈ 11.7 ആയി. അതായത് 6 + 10 ആയി. എവിടെ 10? 5 5 10 ആയി. ഇവിടം വരെയുള്ള ദൂരം 6. ഇത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് L1AB എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്. വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ഒരു ചോദ്യം ആ രീതിയിലുള്ളൊരു ചോദ്യമായിരിക്കും. ഈ രീതിയിലുള്ളൊരു ചോദ്യം ഒരേ വാല്യൂ തന്നുകൊണ്ടായിരിക്കും. മറ്റത് ഈ ഒരു ചോദ്യമായിരിക്കും രണ്ടാമത്തെ മോഡ്യൂളിൽ ചോദിക്കുന്നത്. 12 × 8 എന്ന് പറയുന്നത് 96 ആണ്. 96 × 80 എന്ന് പറഞ്ഞാൽ 7680 ലൂമനാണ്. അതായത് ആ റൂമിലേക്ക് എത്ര ബൾബ് വേണമെന്നാണ് ചോദിച്ചുള്ളത്. 80 ലക്സ് ആയതുകൊണ്ട് 96 × 80 എന്ന് പറഞ്ഞാൽ 7680 ലൂമനാണ്. പക്ഷേ ഈ 7680 ലൂമൻ മതിയാവില്ല എന്നാണ്. കോയിഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ 0.5ഉം മെയിൻ്റനൻസ് ഫാക്ടർ 0.8 ആയതുകൊണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 19200 വരും. അതായത് യഥാർത്ഥത്തിൽ അവിടെ ആവശ്യമായ ഫ്ലക്സ് എന്ന് പറയുന്നത് 19200 ലൂമനാണ്. ഇവിടെ ഒരു ബൾബ് 40 വാട്ടിൻ്റെ ബൾബും 40 ലുമൻ പെർ വാട്ട് എഫിഷ്യൻസിയുള്ള ബൾബാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് ഈ 19200ന് ലുമന് എന്ത് ചെയ്യുന്നു? വാട്ട് കിട്ടാൻ വേണ്ടി എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ലുമൻ ബൈ വാട്ടാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ബൾബിൻ്റെ വാട്ടാണ്. വാട്ടുമല്ല, എണ്ണമാണ് ശരിക്കും. ഒരു ബൾബിന് 40 വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ബൾബിൻ്റെ എണ്ണം വേണമെന്നാണ്. അപ്പോൾ 19200 എന്ന് പറയുന്ന ഫ്ലക്സ് ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുന്ന എഫിഷ്യൻസി 480. ആ 480നെ 40 വാട്ട് എന്ന് തന്നത് കൊണ്ട് ഇല്ലെങ്കിൽ എടുത്തോളാം, 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12.
12 എന്ന് പറഞ്ഞാൽ 4 ഗുണം 3 അറേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ പ്രത്യേകിച്ചും 12 ഇൻറ്റു 8 നീളമായതുകൊണ്ട് 12 ഇൻറ്റു 8 നീളമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന കാര്യം 12 ഇൻറ്റു 8 അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായി? 12 ഇൻറ്റു 8 അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതാ ഇതാ 12 ഇൻറ്റു 8 അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ൽ 4 എണ്ണം നിരത്തിയിട്ട്, അപ്പോൾ 12/4 എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണ് രണ്ട് ബൾബുകൾക്കുള്ള അകലം. അതിൻ്റെ മൗണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണെങ്കിൽ 3/3, അത് സ്പേസ് ഹൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 3/3 ഒന്നാണ് സ്പേസ് ഹൈറ്റ് റേഷ്യോ ആയിട്ട് വരിക. നീളം വൈസ് സ്പേസ് ഹൈറ്റ് റേഷ്യോ 1 ആക്കി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വിടുത്തിൻ്റെ വയസ്സിൽ 8 മീറ്റർ ആണ്. 8/3 എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, 8/3 എന്ന് പറഞ്ഞാൽ 3 ആവില്ല, എത്രയാവുള്ളൂ, 2.677 ആവുള്ളൂ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സ്പേസ് ഹൈറ്റ് റേഷ്യോ തന്നുകൊണ്ടാണ്. അങ്ങനെ സ്പേസ് ഹൈറ്റ് റേഷ്യോ തന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ചെയ്യുമ്പോൾ സ്പേസ് ഹൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 12, ഇതേ ചോദ്യം തന്നെ അല്ലേ, ഇതേ ചോദ്യം തന്നെ. 12 ആണെങ്കിൽ സ്പേസ് ഹൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1.5, മൗണ്ടിങ് ഹൈറ്റ് 2, അപ്പോൾ 1.5 2 കൊണ്ട് ഗുണിച്ചാൽ 3, 12/3 4, നീളം വയസ്സ് 4. അപ്പോൾ സ്പേസ് ഹൈറ്റ് റേഷ്യോ തന്നാലും 1.5 തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 4. പക്ഷേ വിടുത്ത് വയസ്സിൽ അതെന്തായി മാറുന്നുണ്ട്, 2.66 ആവുന്നുണ്ട്. പക്ഷെ അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, 3 ആയിട്ട് എടുക്കാം, 8/3. ഓക്കെ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഈ പ്രാവശ്യത്തെ നമ്മുടെ ചോദ്യം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിലെ വാല്യൂയിൽ വ്യത്യാസമുണ്ട്. 12 ഇൻറ്റു 8 96 ആണെങ്കിൽ അവർക്ക് അവിടെ 160 ലുമൻ തന്നിരിക്കുന്നത്, 160 ലക്സ് തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ മോഡ്യൂളിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, എത്ര ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ് സ്കീമുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. എങ്ങനെയാണെങ്കിൽ ആ ചോദ്യം വരുന്നുണ്ടാവുക, ചോദ്യ പേപ്പർ നമുക്ക് നോക്കി കണ്ടാൽ മനസ്സിലാവും. അതായത് ചോദ്യ പേപ്പറിൽ ഒരു പ്രോബ്ലവും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു തിയറി ആക്കാൻ പറ്റും. ഇതേപോലെ ഇതിനെയും പറ്റും അതേമാതിരി തന്നെ. കാരണം ഇതിനകത്ത് ഡിസ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ചോദിക്കാം, എത്ര സബ് സർക്യൂട്ട് വേണമെന്ന് ചോദിക്കാം. 12 സബ് സർക്യൂട്ടാണ്, 2 സബ് സർക്യൂട്ട് നിർബന്ധമാണ്. 12 ലാമ്പ് ആവുമ്പോൾ 2 സബ് സർക്യൂട്ട് നിർബന്ധമാണ്. ഓക്കെ. അപ്പോൾ ആ 2 സബ് സർക്യൂട്ടിൻ്റെയും വയറിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പറയാം. ഓക്കെ. പക്ഷേ ഇതിൽ തന്നെ മാർക്ക് കുറച്ചിട്ട് എന്ത് ചെയ്യാനും പറ്റും, 8 മാർക്കിനെ മാത്രം ക്വസ്റ്റ്യൻ ആക്കിക്കൊണ്ട് അതിൻ്റെ കൂടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ആണ് എന്ന് ചോദിക്കാം. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതങ്ങോട്ട് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ഇതങ്ങോട്ട് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം പഠിക്കേണ്ടത് ഓർഡർ, ഡയറക്റ്റ് ലൈറ്റിംഗ് ആദ്യം, അവസാനം ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ഇൻഡയറക്റ്റ് ഇത് തെറ്റാണ്, സെമി ഇല്ല, ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. അതേപോലെ പിന്നെ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് നടുവിൽ, അപ്പോൾ ആദ്യത്തേതായി ഡയറക്റ്റ് ലൈറ്റിംഗ് ആയി, പിന്നെ അവസാനത്തത് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ്. നടുവിൽ വരാൻ പോകുന്നത് ഡയറക്റ്റ് കഴിഞ്ഞാൽ സെമി ഡയറക്റ്റ് കഴിഞ്ഞാൽ ജനറൽ, അവസാനം എഴുതിയത് എന്താണ്, ഇൻഡയറക്റ്റ് ആണ്, സെമി ഇൻഡയറക്റ്റ്. എന്നിട്ട് എന്ത് എഴുതി വയ്ക്കുക, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 90% താഴെ, 100% താഴെ എന്ന് എഴുതാം. സെമി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 75%, ജനറൽ എന്ന് പറഞ്ഞാൽ 50, സെമി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 25 ഇങ്ങനെ കുറഞ്ഞു പോയി. 100 എന്ന് എഴുതി കഴിഞ്ഞാൽ 25 കുറഞ്ഞ് അഞ്ചാമത്തത് 10% താഴേക്ക്. അപ്പോൾ 1 പോയിൻ്റായി. 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 1 പോയിൻ്റായി. ഏത് എഴുതിയാൽ തന്നെ ഡയറക്റ്റ് ലൈറ്റിംഗ് ആണ് ചോദിക്കണമെങ്കിൽ 100% താഴേക്ക്.
ഓക്കെ. ഈ 100% താഴേക്ക് വരുന്ന ഒരു ലൈറ്റിനെ സംബന്ധിച്ച് ഈ പോയിന്റ് മാത്രം മതി. എന്താണ് പോയിന്റ് മാറ്റേണ്ടി വരിക? അവിടെ നല്ല ഹാർഡ് ഷാഡോ ഉണ്ടാവും. ജനറൽ ലൈറ്റിങ്ങിന് വേണ്ടി മാത്രം, സാധാരണ റൂം, കോമൺ റൂം പോലുള്ള ജനറൽ വയറിങ്ങിന് വേണ്ടി മാത്രമേ ഏത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഡയറക്റ്റ് ലൈറ്റിങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ആകുമ്പോഴേക്കും ഷാഡോ ഒരല്പം കുറയും. സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ആകുമ്പോഴേക്കും ഒരല്പമേ കുറയുള്ളൂ. അതുപോലെ സെമി ഇൻഡയറക്റ്റ് ആകുമ്പോഴേക്കും ഫെയ്ഡഡ് ആവും, ഫെയ്ഡ് ഷാഡോ ആയിട്ട് മാറും. ഇതിൽ ഡാർക്ക് എന്താണ് ഡെക്കറേഷന്, പാർക്ക് ഗേറ്റ്, ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നതെല്ലാം സെമി ഇൻഡയറക്റ്റ് ആണ്. സെമി ഡയറക്റ്റ് ആകുമ്പോൾ 75 ഒരു സോഫ്റ്റ് ഷാഡോ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യും. സോഫ്റ്റ് ഷാഡോ. ഓക്കെ. പ്രൊവൈഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്. എവിടെയാണ്? ഹൈ സീലിംഗ് ഉള്ള കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനിലാണ് സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. 75% താഴോട്ട് വരികയാണെങ്കിൽ. ഓക്കെ. ദെൻ ഡയറക്റ്റ് ലൈറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നല്ല രീതിയിലുള്ള ഗ്ലയറും ഉണ്ടാവും, ഹാർഡ് ഗ്ലയറും ഉണ്ടാവും, ഷാഡോയും ഉണ്ടാവും. മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു വയറിങ് അല്ല, ഒരു എർത്തിങ് ആണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം പൈപ്പ് എർത്തിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പ്രാവശ്യം അത് അതേപോലെ ഇനിയും എന്ത് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്, റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഡയറക്റ്റ് ലൈറ്റിംഗ് ആയിരിക്കും. സോറി, ഏത് ചോദിച്ചിട്ടുണ്ട്? ഏത് ചോദിച്ചിട്ടുണ്ട്? എർത്തിങ് ചോദിച്ചിട്ടുണ്ട്. പ്ലേറ്റ് എർത്തിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായിരിക്കും? പൈപ്പ് എർത്തിങ് ആയിരിക്കും ചോദ്യമായിട്ട് വരാനായിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ പൈപ്പ് എർത്തിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് 4 പോയിന്റ്സ് ആണ് നിങ്ങളോട് കാണാതെ പഠിക്കാനായിട്ട് പറയുന്നത്. ആ 4 പോയിന്റ്സ് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മതി. അതായത് പൈപ്പ് ആകുമ്പോൾ പൈപ്പിന് നീളം വേണം. പൈപ്പിന് നീളം വേണമല്ലോ, വേണം. അപ്പോൾ പൈപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 38 mm ആണ്. 5 GI പൈപ്പാണ്. അതിനൊരു റെഡ്യൂസിങ് സോക്കറ്റ്, കാരണം അതിന് മുകളിലേക്ക് ഒരു പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. 19 mm ഡയമീറ്റർ GI പൈപ്പാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 1.25 മീറ്റർ ആണ്. അതിൻ്റെ ഇടയിലാണ് ആ റെഡ്യൂസിങ് സോക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെ 3 ഡയമീറ്ററുള്ള പൈപ്പുകളുണ്ട്. ഈ 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഒന്ന് 38 mm, മറ്റത് 19 mm, മറ്റൊന്ന് 12.7 mm GI പൈപ്പ്. അപ്പം 3 പൈപ്പിൻ്റെ വണ്ണം കാണാതെ പഠിക്കാനായിട്ട് പറഞ്ഞു ഡയമീറ്റർ. ഈ ഈ ഈ 12.7 mm പൈപ്പ് എന്ന് പറയുന്നത് 8 SWG ഉള്ള വയറ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് 60 സെൻറ്റിമീറ്റർ അകലത്തിലാണ് മതി ആവശ്യം. ഇത്രയും എന്താ ചെയ്തിരിക്കുക, നിങ്ങൾ നിർബന്ധമായും കാണാതെ പഠിക്കുക. ഇതേപോലെ വരയ്ക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ച് വരയ്ക്കേണ്ടെന്നല്ല പറയണത്, പക്ഷെ ഇത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടേബിള് എസ്റ്റിമേഷൻ ടേബിൾ കൂടെ ഇതിൻ്റെ കൂടെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ടേബിൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ടേബിളിൽ എഴുതേണ്ടി വരുന്നത്? ടേബിളിൽ എഴുതേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേബിളിൽ എഴുതേണ്ടി വരുന്നത് എപ്പോഴും എന്തായിരിക്കും? എത്ര 38 mm ഡയമീറ്റർ, അതായത് മെറ്റീരിയൽസ് റെക്കോർഡിൽ 38 mm ഡയമീറ്റർ ഉള്ള പൈപ്പാണോ? എന്താണ് 38 mm ഡയമീറ്റർ ഉള്ള സാധനം? 38 mm ഡയമീറ്റർ ഉള്ള പൈപ്പിൻ്റെ നീളം 2.5 മീറ്റർ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2.5 മീറ്റർ ആയിരിക്കില്ലേ? 38 mm ഡയമീറ്റർ ഉള്ള പൈപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2.5 മീറ്റർ നീളമാണ്. അത് 2.5 mm അല്ല, 2.5 മീറ്റർ നീളമാണ്. 2.5 മീറ്ററാണ്.
2.5 മീറ്റർ നീളമാണ്. രണ്ടര മീറ്റർ നീളമാണ്. 19 mm GI പൈപ്പ് എന്ന് പറയുന്നത് ഒന്നല്ല 1.25 മീറ്ററാണ്. 12.7 mm ഡയമീറ്ററുള്ള പൈപ്പിന് നീളം എത്ര നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അത് എന്ത് എഴുതിയാലും കുഴപ്പമില്ല, 2 മീറ്റർ. 8 SWG വയറാണ്, അത് 6 മീറ്റർ എന്ന് പറയാം. 38 × 19 mm റെഡ്യൂസിങ് സോക്കറ്റ് ഒരെണ്ണം മതി. നട്ടും ബോൾട്ടും ഒരു സെറ്റ്. 12.7 mm ബെൻഡ് 2 എണ്ണം. എന്തിനാണ് 2 ബെൻഡ്? അറിയില്ല എന്തിനാണ് 2 ബെൻഡ്. നമ്മളത് വളച്ചിട്ടിട്ടില്ലേ? ഇതാ ഇത് എർത്ത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പ്ലേറ്റ് എർത്തിങ് ആണിത്. അത് തന്നെ വീണ്ടും ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. 30 × 30 mm ഒരെണ്ണം. 30 mm കാസ്റ്റ് അയൺ ഹിൻസ്, കാസ്റ്റ് കവറുമാണ്. സാൾട്ട് 20 mm 70 കിലോ. സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ ഈ ഒരു ബോക്സ് വരയ്ക്കാമെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ ആ പോയിന്റ്സ് മാത്രം, അതായത് 38 mm, 19 mm, 12.7 mm അതിൻ്റെ നീളങ്ങൾ, 8 SWG വയർ, അതിൻ്റെ റെഡ്യൂസിങ് സോക്കറ്റ്. 30 × 30 കാസ്റ്റ് അയൺ ഫ്രെയിം ആയാലും കാസ്റ്റ് അയൺ കവർ ആയാലും ഒക്കെ വരും. ഓക്കെ, സോ ഈസ് വെരി ഈസി. ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ഇതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് എഴുതാനായിട്ട് പറയാം. പക്ഷേ ഈ നിർത്താതെ ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി നോക്കുകയാണെങ്കിൽ അതും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോബ്ലമാണ്. 3-ാമത്തെ മോഡ്യൂളിൽ ഒരു പ്രോബ്ലം ആയിരിക്കും അതിൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ ചോദിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് എപ്പോഴും ഇതേപോലെ ഒരു എന്താണ് പറയുക, ഒരു പമ്പ് സെഡ് വയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് വയർ ചെയ്യാനോ ആയിരിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പമ്പ് ഷെഡ് വയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചു, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് വയറിംഗ് ആണ് ചോദിച്ചതെങ്കിൽ അതിന് ഫിഗർ ഒന്നും തരാനുള്ള ഒരു ചാൻസ് ഇല്ല. നമ്മൾ തന്നെ ഫിഗർ വരയ്ക്കണം. ഓക്കെ, നമ്മൾ തന്നെ ഫിഗർ വരയ്ക്കണം. ആദ്യമായിട്ട് വരയ്ക്കാൻ അവർ ചോദിക്കുന്നത് സിംഗിൾ ലൈൻ ഡയഗ്രാം ആയിരിക്കും. സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഒരു സാധനമേ ഉള്ളൂ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ആ സിംഗിൾ ലൈൻ ഡയഗ്രാം തന്നെയാണ് എല്ലാറ്റിനും വരയ്ക്കാനുള്ളത്. ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തന്നെ പിന്നെയും റിപ്പീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സിംഗിൾ ലൈൻ ഡയഗ്രാം ആയിട്ട് നമുക്ക് ഫസ്റ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് ആദ്യമായിട്ടുണ്ടാവുക എന്താണ്? ആദ്യമായിട്ടുണ്ടാവുക സപ്ലൈ ആണ്. പിന്നെ ICTP മെയിൻ സ്വിച്ച് ആണ്. പിന്നെ സ്റ്റാർട്ടറാണ്, മോട്ടറാണ്. ഇത് തന്നെ ഒറ്റ ലൈനായിട്ടും വരയ്ക്കാവുന്നതാണ്. ഒറ്റ ലൈനായിട്ടും വരയ്ക്കേണ്ടതാണ്. ഒറ്റ ലൈനായിട്ടും വരയ്ക്കാവുന്നതാണ്. ഓക്കെ, സിംഗിൾ ലൈൻ ഡയഗ്രാമും ഒറ്റ ലൈനായിട്ടും ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. രണ്ട് രീതിയിൽ ഏത് വരച്ചാലും കുഴപ്പമില്ല. സപ്ലൈ, മെയിൻ സ്വിച്ച്, മോട്ടോർ സ്വിച്ച്, സ്റ്റാർട്ടർ, മോട്ടർ. ഇനി ലേ ഔട്ട് ഇത് വരയ്ക്കാനാണ് പിന്നെ ചോദിക്കും. ഇത് വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ശരിക്കും പറഞ്ഞത്. ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ്.
ചിലപ്പോൾ ഇത് ഈ റൂമിൻ്റെ ഈ സൈഡിലെ ചുമരുമ്മ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ റൂം മൊത്തം ഇങ്ങനെ നീളത്തിൽ പോയിട്ടായിരിക്കും. രണ്ടായാലും 1.5 മീറ്റർ അകലത്തിൽ ഒരു എനർജി മീറ്റർ ICTPN, പിന്നെ കുറച്ച് ഉയരത്തിൽ. അത് കഴിഞ്ഞ് താഴോട്ട് വീണ്ടും ഒരു ICTP ആണ്, PT ഒന്നല്ല കേട്ടോ, സ്റ്റാർട്ടർ. ദെൻ നമ്മുടെ മോട്ടർ അല്ലെങ്കിൽ പമ്പ് സെറ്റ് വയറിംഗ് ആണെങ്കിൽ ഇതിപ്പോൾ ഈ ഒരൊറ്റ മോട്ടറിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ അവസാനിപ്പിച്ചത്. അതല്ല മോട്ടർ ആണെങ്കിൽ മോട്ടറിൻ്റെ അല്ലെങ്കിൽ പമ്പും കൂടി ഉൾപ്പെടുന്ന സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോട്ടർ മാത്രമായിട്ട് വരയ്ക്കില്ല, അവിടെ എന്ത് കൂടെ വരച്ച് വയ്ക്കും? ഒരു പമ്പ് കൂടെ വരച്ച് വയ്ക്കും. ഓക്കെ, ഇങ്ങനെ 15 മീറ്റർ, ഇതാണ് എർത്ത് ഈ ഇറിഗേഷൻ വയറിംഗ് ആണെങ്കിൽ. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫുൾ ലോഡ് കറണ്ട് കണ്ടുപിടിക്കുക. 5 HP ആണെങ്കിൽ 735 /√3 × 400 × 0.8 × 0.85 10.6, അതിനെ 2 കൊണ്ട് ഗുണിക്കുക, 21.4 mm ഒരു കേബിൾ വരയ്ക്ക് എഴുതുക. 32 ആംപിയർ 500 വാട്ട് ICTPN. നേരത്തെ ഡി ആണ് ഉപയോഗിച്ചത്, DP ആണ്. ഇപ്പോൾ ICTP ആണ് മൂന്നാമത്തെ മോഡ്യൂൾ ആകുമ്പോൾ. സോ ഈ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നീളം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 1 മീറ്റർ, പിന്നെ ഇങ്ങോട്ട് 4 മീറ്റർ, പിന്നെ 2 മീറ്റർ, വീണ്ടും ഒരു 1.5 മീറ്റർ. അതിൽ വയറിംഗ് ഡയഗ്രം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വയറിംഗ് ഡയഗ്രം ചോദിക്കുമ്പോൾ മെയിൻ ബോർഡ് ഉണ്ട്. 3 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സ്വിച്ച് ബോർഡ് പറഞ്ഞു, സിംഗിൾ ലൈൻ ഡയഗ്രാം പറഞ്ഞു, പിന്നെ ഒരു വയറിംഗ് ലേഔട്ട് പറഞ്ഞു, പിന്നെ ഒരു വയറിംഗ് ഡയഗ്രാം പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ വയറിംഗ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഓരോ ഫേസിലെയും വയറിംഗ് നമുക്ക് ആവശ്യമാണ്. മീറ്റർ ബോർഡ്, മെയിൻ സ്വിച്ച്, അതേപോലെ തന്നെ ഇൻഡിക്കേഷൻ ലാമ്പ്, മോട്ടർ സ്വിച്ച്, സ്റ്റാർട്ടർ, DOL ആണെങ്കിൽ 3 വയറ്, അതല്ല ഡെൽറ്റ സ്റ്റാർട്ടർ ആണെങ്കിൽ 6 വയറ്, മോട്ടർ, പമ്പ്. 1 + 4 + 1 6 മീറ്റർ, 28 mm 1.5 + 1 + 1.5 4, 1.5 + 1 38 mm എന്ന് പറഞ്ഞാൽ 6 വയർ പോകാൻ വേണ്ടിയിട്ടാണ്. 6 വയറാകെ സ്റ്റാർട്ടറിൽ നിന്ന് മോട്ടറിൻ്റെ ടെർമിനൽ വരെ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പം പറയാനായിട്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഒന്നിലധികം മോട്ടറുകൾ ഉണ്ടെങ്കിൽ, ഇതുവരെ ചോദിച്ചിട്ടില്ല പാണ്, ഒന്നിലധികം മോട്ടറുള്ള ഒരു സാഹചര്യമാണ് ഇതാ. 5 HP മോട്ടർ ഉണ്ട്, 10 HP മോട്ടർ ഉണ്ട്, 0.5 HP മോട്ടർ ഉണ്ട്, അതാണെങ്കിൽ സിംഗിൾ ഫേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളിത് അസ്യൂം ചെയ്യേണ്ടി വരും. കാരണം മോട്ടറിൻ്റെ എഫിഷ്യൻസി 0.8, പവർ ഫാക്ടർ 0.85. അപ്പോൾ ഓരോന്നിൻ്റെയും, അതായത് ആദ്യം 5 HP മോട്ടറിൻ്റെ ഫുൾ ലോഡ് കറണ്ട് കണ്ടു, 7.86. പിന്നെ 3 HP മോട്ടറിൻ്റെ ഫുൾ ലോഡ് കറണ്ട് കണ്ടു, 4.6. ദെൻ 0.5ൻ്റെ ഫുൾ ലോഡ് കറണ്ട് കണ്ടു, 2.35. 1 HP മോട്ടറിൻ്റെ ഫുൾ ലോഡ് കറണ്ട് കണ്ടു, 1.56. സിംഗിൾ ഫേസ് ആയതുകൊണ്ടാണ് √3 ഇല്ലാത്തത്. വോൾട്ടേജ് 230 ആയത്. പക്ഷേ സ്റ്റാർട്ടിംഗ് കറണ്ട് കാണുന്ന സമയത്ത് ഒരു നിയമമുണ്ട്. ഇത് പരീക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒന്നിലധികം ഉള്ള മോട്ടറുകളുടെ എന്ത് ചോദിക്കുന്നത്, കേബിൾ സൈസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ 2 ഗുണം ഏറ്റവും കൂടിയത്, അതാണ് നമുക്ക് 7 HP വരുന്ന 7.86 പ്ലസ് 4.68 പ്ലസ് 2.35 പ്ലസ് 1.56 24.19 ആംപിയർ. പക്ഷേ അത് സ്റ്റാർട്ടിംഗ് കറണ്ട് കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ആൻഡ് കേബിൾ ഫ്രം മീറ്റർ ടു, അതായത് എനർജി മീറ്റർ ടു മെയിൻ സ്വിച്ച് വരെയുള്ള ആ ഭാഗത്ത് വയർ ചെയ്യാനുള്ള കേബിളിൻ്റെ സൈസ് 24.19, ഒരു 4 mm അല്ലെങ്കിൽ 5 mm കേബിൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ മീനിങ്. പക്ഷെ 5 HP മോട്ടറിന് 2 mm-ൻ്റെയും 3 HP മോട്ടറിന് 1.5 mm-ൻ്റെയും 0.5-ന് 0.75-ൻ്റെയും 1 HP-ക്ക് 0.5 mm-ൻ്റെയും വേറെ കേബിൾ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാണിക്കേണ്ടതായിട്ട് വരും. ഇതിന് ഡബിളാണ് സ്റ്റാർട്ടിംഗ് കറണ്ട് കണ്ടിരിക്കുന്നത്.
സോ ഇതിന് ഓരോന്നിനും 5 HP-ക്കും 3 HP-ക്കും 32 ആംബിയറിൻ്റെ ICTPN, ദെൻ 16 ആംബിയറിൻ്റെ 500 വോൾട്ടിൻ്റെ ഒരു 1 HP-ക്ക്, അര HP-ക്ക് 16 ആംബിയർ 250-ൻ്റെ ICDPN-ഉം DP. ഫോർവേഡ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഇത് ഫ്യൂസ് യൂണിറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഐസൊലേറ്റർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോട്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ MCB വെച്ചാലും മതി. ഇനി ഓരോന്നിൻ്റെ നീളം കണ്ടുപിടിക്കണം. മോട്ടർ മുതൽ സ്റ്റാർട്ടർ വരെ 1 മീറ്റർ ചുമരിൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ടാണ് 1 മീറ്റർ ഇട്ടിരിക്കുന്നത്. പിന്നെ 1 മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്തിരിക്കണം, 1 + 1 + 3 + 1 6 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ 1 + 1 dB എന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് 1 + 1 അതേപോലെ തന്നെ അവിടെ നിന്നു, 3 നിന്നു, പിന്നെ 3-നോട് കൂടി 2.5 കൂടെ കൂട്ടിയപ്പോൾ 5.5 ആയി, +1. വീണ്ടും 1 + 1, അതായത് ഓരോ വയറും പുറപ്പെടുന്നത് dB എന്നാണ്. അതിങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് നീങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങാനോ വേണ്ടിയിട്ടായിരിക്കും ഈ 1 + 1 എന്ന് എഴുതുന്നത്. ഇനി 1 മാത്രം എടുത്താൽ 1 മാത്രം എടുത്താലും മതി. പക്ഷേ ബാക്കി ഇങ്ങനെ കൂട്ടി കൂട്ടി പോകണം. 3 നോക്കാം. 3 + 2.5 5.5 പിന്നെ 3 അതായത് 5.5 + 2.5 പിന്നെ 5.5 വീണ്ടും 2.5 ഇങ്ങനെ ഓരോ മോട്ടറിലേക്കുള്ള കേബിൾ ലെന്ത് കണ്ടു. ഇത് മൊത്തം ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് അതെന്തുകൊണ്ടാണ് ആഡ് ചെയ്യേണ്ടത്? ഇത് കോൺഡ്യൂട്ട് ആയതുകൊണ്ടാണ് ഇത് മൊത്തം നീളം ഇട്ടത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ 6-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 8-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോഴേ കേബിൾ കിട്ടുള്ളൂ. അങ്ങനെ ഓരോന്നിൻ്റെയും കേബിളിൻ്റെ ലെന്തും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എനിവേ അതൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു സാധനം കൃത്യമായിട്ട് വരച്ചെഴുതി വെക്കുക. എന്തൊക്കെ വരും? ഒരു മെയിൻ സ്വിച്ച്, പിന്നെ ഒരു DB. അതിനകത്ത് MCBകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര മോട്ടർ ഉണ്ടോ ഓരോന്നിനും വേണ്ട MCB മെയിൻസ്. പിന്നെ ആ മെയിൻസിൽ നിന്ന് വരുന്ന വീണ്ടും വരുന്ന മോട്ടറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വരുന്ന എന്ത് തന്നെ വേണം? അയൺ ക്ലാഡ്, ഡബിൾ പോൾ സ്വിച്ച്, ട്രിപ്പിൾ പോൾ സ്വിച്ച്, ആ സ്വിച്ച് തന്നെ വേണം. അല്ല എങ്കിൽ അവിടെയും എന്ത് വേണ്ടി വരും? ഫ്യൂസ് യൂണിറ്റ് DB വേണ്ടി വരും. അതിലേക്കുള്ള വയർ വേണം, കോണ്ടിയൂട്ട് വേണം, കോണ്ടിയൂട്ട് കേബിൾ വേണം, അതിൻ്റെ നീളം വേണം. ഇങ്ങനെ പറയുമ്പോൾ ഭയമാണെങ്കിൽ പോലും ഇത് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അല്ലാതെ എർത്തിങ് അറിയില്ല എങ്കിൽ ഇത് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മളിങ്ങനെ മനസ്സിലാലോചിച്ചാൽ മതി. ആദ്യം വരുന്നത് മെയിൻ സ്വിച്ച്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു DB, അത് കഴിഞ്ഞാൽ ഓരോ മോട്ടറിൻ്റെ അടുത്തും ഓരോരോ എന്താണ് സ്വിച്ചുകൾ. അത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ അടുത്തും ഐസൊലേറ്റർ എന്നോ സ്വിച്ച് MCB എന്നോ എഴുതിയാലും മതി. പിന്നെ കോണ്ടിയൂട്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എർത്ത് വയറിങ് വേണം. ബോർഡ് വെക്കണമെന്നുണ്ടെങ്കിൽ അയൺ ഫ്രെയിം വേണ്ടി വരും, സാഡിൽ വേണ്ടി വരും, എർത്ത് വയർ അല്ലെങ്കിൽ ഒന്ന് ചെറുത്ത സെറ്റ് എന്ന് എഴുതിയാൽ മതി. ഇതിനെല്ലാം കൂടി എർത്ത് വയർ, എർത്തിൻ്റെ കണക്ടർ, എർത്തിൻ്റെ പൈപ്പ്, സാൾട്ട്, കോൾ എല്ലാം കൂടി എഴുതുന്നതിന് പകരം എർത്ത് ഇതെന്ന് എഴുതിയാലും എന്ത് ചെയ്യും? ആ പരിപാടി നടക്കും. ദെൻ 4-ാമത്തെ മോഡ്യൂളിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഒരു പോൾ മൗണ്ട് സബ്സ്റ്റേഷനാണ്. ഒരു പോൾ മൗണ്ട് സബ്സ്റ്റേഷനാണ്. ഇതാണ് പോൾ മൗണ്ട് സബ്സ്റ്റേഷൻ. ഇത് പ്ലിന്ത് മൗണ്ട് സബ്സ്റ്റേഷനാണ്. അപ്പോൾ അതിനു മുമ്പ് പ്ലിന്ത് മൗണ്ട് സബ്സ്റ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ 24-ൽ പോൾ മൗണ്ട് സബ്സ്റ്റേഷനും ചോദിച്ചിട്ടുണ്ട്, അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതും ചോദിച്ചിട്ടുണ്ട്? പ്ലിന്ത് മൗണ്ട് ഫൗണ്ടേഷൻ ടേബിളും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടും ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം പോൾ മൗണ്ട് ചോദിച്ചതുകൊണ്ട് വീണ്ടും ഈ പ്രാവശ്യം എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്? പ്ലിന്ത് മൗണ്ട് സബ്സ്റ്റേഷൻ ആയിരിക്കും ചോദിക്കേണ്ടത്. ഇതാണ് പ്ലിന്ത് മൗണ്ട് സബ്സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. 2 പോൾ വരയ്ക്കണം, അതിൻ്റെ നടുവിൽ ഒരു പ്ലിന്ത് കെട്ടണം, ഒരു ട്രാൻസ്ഫോമർ വെക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്രോസ് ആം എന്ന് പറയുന്നത്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത് മാത്രമാണ് ക്രോസ് ആം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ക്രോസ് ആം എന്ന് വിളിക്കുന്നത്.
അതേസമയം പ്ലിന്ത് മൗണ്ട് സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്നത് പോള് കഴിഞ്ഞ് അല്ല പോള് പോൾ മൗണ്ട് സബ്സ്റ്റേഷൻ ആണ് അല്ല പോൾ മൗണ്ട് സബ്സ്റ്റേഷൻ ആണെങ്കിൽ പോൾ മൗണ്ട് സബ്സ്റ്റേഷനിലാണ് നമുക്ക് ആ ഫിഗർ കൃത്യമായിട്ട് വരച്ചിട്ടുള്ളത്. ഇതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് അവർ ഏറ്റവും മുകളിലാണ് ക്രോസ് ആം ഇട്ടിരിക്കുന്നത്. പിന്നെ ഇരിക്കുന്നതെല്ലാം ചാനലാണ്, ഡബിൾ ഐ ചാനലാണ്, ഡബിൾ ഐ ചാനലുകളാണ്. ട്രാൻസ്ഫോമർ വോൾട്ട് ചെയ്തിരിക്കുന്നത് ഡബിൾ ഐ ചാനലാണ്, ചാനൽ പ്ലാറ്റ്ഫോമാണ്. ഇതേപോലെ തന്നെ ഈ കേസിലും ഡബിൾ ഐ ചാനൽ തന്നെയാണ്, ഇതും ചാനലുകൾ തന്നെയാണ്. ഇതിൽ ഈ GOS ഉണ്ട്, ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഉണ്ട്, AB സ്വിച്ച് ഉണ്ട്, അതാണ് ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഉണ്ട്, AB സ്വിച്ച് ഉണ്ട്, അതുപോലെ പിൻ ഇൻസുലേറ്റർ ഉണ്ട്, HGF ഉണ്ട്, ഹോൺ ഗ്യാപ്പ് ഫ്യൂസസ് ഉണ്ട്, ഓപ്പൺ ഫ്യൂസ് എന്ന് വിളിക്കുന്ന ഹോൺ ഗ്യാപ്പ് ഫ്യൂസുകളുണ്ട്. ഇതിൻ്റെ എല്ലാം നീളം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് താഴേക്ക് 1.6 മീറ്റർ, ഈ 2.4 മീറ്റർ അകലത്തിലാണ് ഐ ചാനൽ ആദ്യം വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ട്രാൻസ്ഫോമർ. ഈ 2.5 മീറ്ററോളം അകലത്തിലാണ് പ്ലിന്തും കെട്ടിയിരിക്കുന്നത്. നമുക്കിത് പഠിക്കുക എന്നുള്ളതാണ്, ഡീറ്റെയിൽസിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. വരയ്ക്കാനുള്ള എളുപ്പമാണ് പറഞ്ഞത്. ഒരു 2 പോൾ വരയ്ക്കുക, പ്ലിന്ത് ഫൗണ്ടേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പ്ലിന്ത് കെട്ടുക, 2 ചാനൽ MS ചാനലുകൾ ഇടുക, അതിൻ്റെ മുകളിൽ ക്രോസ് ആം ഇടുക. അതല്ല പോൾ മൗണ്ട് സബ്സ്റ്റേഷൻ ആണെങ്കിൽ 2 പകരം 3 റോഡുകൾ കൂടെ ഉപയോഗിക്കുന്നുണ്ടാവും. M ചാനൽ അല്ലാതെ നടുവിലൊരു ട്രാൻസ്ഫോമർ മറിഞ്ഞിരിക്കാതെ വേണ്ടി എടുത്തും വെച്ചിട്ടുണ്ടാവും. അതുപോലെ AB സ്വിച്ച് വരയ്ക്കുക, AB സ്വിച്ചും അതിൻ്റെ ഹാൻഡിലും GOS ഓപ്പറേറ്റിംഗ് ഹാൻഡിലും വരയ്ക്കുക. ഇത് തന്നെ ആയിരിക്കും, കാരണം അതല്ലാതെ മറ്റൊരു ഭാഗമില്ല. കാരണം ഫോർത്ത് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സബ്സ്റ്റേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സബ്സ്റ്റേഷൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പ്ലിന്ത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്ലിന്ത് പോൾ മൗണ്ട് സബ്സ്റ്റേഷൻ ആണെങ്കിൽ. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. ട്രാൻസ്ഫോമർ വേണം, ട്രാൻസ്ഫോമർ റേറ്റിംഗ് അവിടെ തന്നിട്ടുണ്ടാവും, ചാനൽ വേണം, ആംഗിൾ വേണം, ക്രോസ് ആമും വേണം, ലൈറ്റ്നിങ് അറസ്റ്റർ വേണം, AB സ്വിച്ച് വേണം. AB സ്വിച്ച് എഴുതുമ്പോൾ മാത്രം 11 kV ഗ്യാങ് ഓപ്പറേറ്റിംഗ് സ്വിച്ച് വിത്ത് 25 mm ഡയമീറ്ററുള്ള ഓപ്പറേറ്റിംഗ് പൈപ്പ് ആൻഡ് ഹാൻഡിൽ. ഡിസ്ക് ഇൻസുലേറ്റർ വേണം, പിൻ ഇൻസുലേറ്റർ വേണം, ഹോൺ ഗ്യാപ്പ് ഫ്യൂസും വേണം, HGF വേണം. HGFന് പറഞ്ഞ പേര് ഓപ്പൺ ഫ്യൂസ് എന്നാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വേണ്ടി വരും. താഴെ കണ്ടിട്ടുണ്ടാവും ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. 2 തരത്തിലെ കേബിൾ ഉപയോഗിക്കുന്നുണ്ടാവും. ചിലപ്പോൾ 11 kVൻ്റെ സൈഡിലും കേബിൾ ഉണ്ടാവും, എന്തായാലും LT സൈഡിൽ കേബിൾ ഉണ്ടാവും. കാരണം ട്രാൻസ്ഫോമറിൽ നിന്ന് കുറച്ച് അകലെയായിരിക്കും ബിൽഡിംഗ് ഉണ്ടാവുക. 95 mm സ്ക്വയർ PVC സിംഗിൾ കോർ PVC ഇൻസുലേറ്റഡ് അലുമിനിയം കണ്ടക്ടർ PVC ഷീറ്റഡ് കേബിളാണ്, അല്ലെങ്കിൽ ലെഡ് ഷീറ്റ് കേബിൾ എന്ന് എഴുതിയാലും മതി. ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ബാർ ബെഡ് വയർ, നട്ട് ബോൾട്ട്, എർത്തിങ്, സ്റ്റേ വയർ, സ്റ്റേ സെറ്റ് എന്ന് എഴുതിയാൽ മതി, സ്റ്റേ സെറ്റ്. ഇനി ഇതിൽ ചോദിക്കുന്നത്, ഇത് ആർക്കെങ്കിലും വയ്യ, ഇത് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല എന്നൊക്കെ കഴിയുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഇതിലെക്കാട്ടി എളുപ്പമാണ്. 4 മൊഡ്യൂൾ ഇപ്പം ഏകദേശം അവസാനിപ്പിക്കാറ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു നീളം തന്നിട്ടുണ്ട് 1 കിലോമീറ്റർ, 1000 മീറ്റർ. ഒരു സ്പാൻ തന്നിട്ടുണ്ടായിരിക്കും 100 അല്ലെങ്കിൽ 90. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എന്താ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക? ഡിവൈഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എത്ര നമ്പർ ഓഫ് പോൾ ഉണ്ട് എന്നുള്ളതാണ്. എത്ര നമ്പർ ഓഫ് പോൾസ് കണ്ടുപിടിച്ചാൽ തന്നെയായി മാർക്ക് ഇഷ്ടം പോലെ. നമ്പർ ഓഫ് പോൾ കണ്ടുപിടിച്ചാൽ തന്നെയായി മാർക്ക് 2-3 മാർക്ക് കിട്ടാൻ പിന്നെ അതന്നെ ധാരാളമാണ്. ഇത് സിംഗിൾ ലൈനാണ്, സിംഗിൾ ഫേസ് സപ്ലൈ ആണ് ഇത് ചെയ്യുന്നത്.
സിംഗിൾ ഫേസ് സപ്ലൈയും ത്രീ ഫേസ് സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഇത് ഈ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ സിംഗിൾ ഇതാ 230 സിംഗിളാണ്. അപ്പോൾ 2 കൊണ്ടാണ് കണ്ടക്ടറിനെ ഗുണിക്കേണ്ടി വരിക. ഇതാ 2 കൊണ്ട് 500 ഇൻറ്റു 2 2 ലൈനേ ഉണ്ടാവുള്ളൂ, ഒരു ഫേസും ഒരു ന്യൂട്രലും. അപ്പോൾ 1000 ആണ് 500 ഇൻറ്റു ഒരു കിലോമീറ്റർ ആണെങ്കിൽ 1000 ഇൻറ്റു 2 2000. ത്രീ ഫേസ് ആണെങ്കിൽ 1000 ഇൻറ്റു 3 3000. 3000 പ്ലസ് 150 കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 3150 വരും, അല്ലെങ്കിൽ 1050 വരും. എർത്ത് കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1000 ഇൻറ്റു 1 അല്ലെങ്കിൽ 500 ഇൻറ്റു 1, എത്ര നീളമാണോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് വരയ്ക്കാൻ കൊണ്ട് അതാണ് ഈ സാധനം. രണ്ട് ട്രാൻസ്ഫോമറുകൾക്ക് ഇടയിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടണമെങ്കിൽ അതിനോട് ഒന്നും കൂടെ കൂടുതൽ ഇടണം. ഇത് ഓൾറെഡി ഉള്ള ലൈനിൽ നിന്ന് വലിക്കുന്നതുകൊണ്ട്, ഇവിടെ നിന്ന് വലിക്കുന്നത് കൊണ്ടാണ്. ഇതല്ലാതെ എണ്ണുമ്പോഴാണ് 1 2 3 4 5 എന്ന് പറഞ്ഞത്. ഇതും കൂടെ ചേരുമ്പോൾ 6 അപ്പോൾ ഓൾറെഡി ഉള്ള സ്ഥലത്ത് നിന്നാണ് ഈ ചിങ്ങാതിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആവുമ്പോൾ 1 2 3 4 4എണ്ണത്തിന് ഡിസ്ക് ഇൻസുലേറ്റർ പിൻ ഇൻസുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. 4 ഇൻറ്റു 2 8. ഡിസ്ക് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഇതിൽ ഈ ഒരെണ്ണത്തിലുമാണ്. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ ഡിസ്ക് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ആയതുകൊണ്ടാണ് 2 ഇൻറ്റു 2 4. ത്രീ ഫേസ് ആകുമ്പോൾ 3 പിൻ ഇൻസുലേറ്റർ വരും, 3 ഡിസ്ക് ഇൻസുലേറ്ററും വരും. ക്രോസ് ആമിൻ്റെ ഈ നീളം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1.52 മീറ്റർ അങ്ങനത്തെ 6 എണ്ണം. കാരണം ഇവിടെ ക്രോസ് ആം ഉണ്ടാവില്ല, ക്രോസ് ആമും കൂടി അഡീഷണൽ ഇടണം. സ്റ്റേ സെറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്റ്റേ സെറ്റ് എന്ന് പറയുന്നത് 4 കഴിയുമ്പോഴാണ്. അപ്പോൾ 1 കഴിഞ്ഞു, പിന്നെ 3 വയ്ക്കുക, ലാസ്റ്റ് എൻഡിലും വയ്ക്കുക. സ്റ്റേ സെറ്റുകൂടെ ഇതിമ വരച്ച് കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ എർത്തിങ് വരച്ച് കാണിക്കേണ്ടതാണ്. എർത്തിങ് എന്ന് പറയുന്നത് 5 കഴിയുമ്പോഴാണ്. ആകെ 5 ആയതുകൊണ്ട് ഒന്നാമത്തേതിലും ലാസ്റ്റിലും അങ്ങനെ 2 എർത്ത് സെറ്റും വരും. അത് തന്നെ ഇതിലേക്ക് പകർത്തി എഴുതിയാൽ 15 മാർക്കാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പാസ്സാവുന്ന പേപ്പറാണ്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഈ ഇപ്പോൾ 9 PCC ഇതെല്ലാം ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. 9 മീറ്റർ അല്ലെങ്കിൽ 9 മീറ്റർ നീളമുള്ള പോളാണ്. 9 മീറ്റർ നീളം അല്ലെങ്കിൽ 11 മീറ്റർ നീളമുള്ള പോളാണ്. അതുപോലെ 9 മീറ്റർ നീളമുള്ള പോളാണ് PSCC ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതന്നെ അതേപോലെ എഴുതി വെച്ചാൽ മതി. പക്ഷേ 5 എണ്ണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 1 കിലോമീറ്റർ ആണെങ്കിൽ 1000 ഡിവൈഡ് ബൈ സ്പാൻ 100 ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിലാണ്. 100 ആണെങ്കിൽ 10. ഒന്ന് കൂടേണ്ടി വരുന്നത് ട്രാൻസ്ഫോമർ ടു ട്രാൻസ്ഫോമർ ആകുമ്പോഴാണ് പറയുക. ട്രാൻസ്ഫോമർ ടു ട്രാൻസ്ഫോമർ കണ്ടക്ടറിൻ്റെ നീളം കണ്ടുപിടിക്കുക, എർത്ത് വയറിൻ്റെ നീളം കണ്ടുപിടിക്കുക, പിൻ ഇൻസുലേറ്ററിൻ്റെ എണ്ണം കാണുക, ഡിസ്ക് ഇൻസുലേറ്ററിൻ്റെ എണ്ണം കാണുക, ക്രോസ് ആമിൻ്റെ എണ്ണം എഴുതുക, എർത്ത് സെറ്റ് എഴുതുക, സെറ്റ് എഴുതുക, സിമെൻറ്റ് കോൺക്രീറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. പരീക്ഷ എളുപ്പമായോട്ടെ. വേഗം എന്താണ് പറയുക, പഠിച്ചത് തന്നെ നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ വേഗം വരട്ടെ.